ഓക്കെ, അൺമ്യൂട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്വറീസ് ചോദിക്കുക. റൈറ്റ്. ആൻഡ് വാട്ട് എൽസ്? ടോപ്പിക്സ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത്, സോ ഐ വിൽ ബി ഒരു തുടക്കത്തിൽ ഞാൻ ഏതാ ടോപ്പിക്ക് എടുക്കുക എന്നുള്ളത് നിങ്ങളോട് പറയും. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ക്ലാസ് ഐ വിൽ ബി പ്രൊവൈഡിങ് എൻ ഓവർവ്യൂ ഓഫ് വാട്ട് ഓൾ തിങ്സ് ദാറ്റ് വി ഹാവ് ലേൺഡ് ടുഡേ. ആൻഡ് അറ്റ് ദി എൻഡ് ഐ വിൽ ബി പ്രൊവൈഡിങ് യു എന്താണ് അടുത്ത ദിവസം ഡീൽ ചെയ്യാൻ വേണം ടോപ്പിക് എന്ന്. സോ വാട്ട് പർപ്പസ് മീൻസ്, നെക്സ്റ്റ് ഡേ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഞാൻ പറഞ്ഞ ടോപ്പിക് നെക്സ്റ്റ് ഡേ എന്താണോ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ടോപ്പിക്ക് ഞാൻ പറയുമ്പോൾ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് വരാം. ആൻഡ് റെഫർ ചെയ്യുമ്പോൾ യു കുഡ് ഏതൊക്കെ പോയിന്റ്സ് അതിലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇഫ് ഐ മിസ് ഔട്ട് എനി പോയിന്റ്, അല്ലെങ്കിൽ ഇഫ് യു റിക്വയർ എനി ക്ലാരിഫിക്കേഷൻ, എക്സ്ട്രാ ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് എനി പോയിന്റ് ഡിസ്കസ്ഡ് ഇൻ ദ ക്ലാസ്, നിങ്ങൾക്കത് റെഫർ ചെയ്യാം, നിങ്ങൾക്കത് നോട്ട് ചെയ്യാം, എന്നിട്ട് കൺവേ ചെയ്യാം. ആൻഡ് ഐ ഹോപ്പ് യു വിൽ ബി ഹാവിങ് എ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്സ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം റിഗാർഡിംഗ് മൈ ക്ലാസ്, എൻ്റെ പ്രസന്റേഷൻ ആയിക്കോട്ടെ. ഇഫ് യു ഹാവ് എനി സജഷൻസ്, അഡീഷണൽ സജഷൻസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇംപ്രൊവൈസേഷൻസ് വരുത്തണമെന്നുണ്ട്, എനി ഫീഡ്ബാക്ക്, ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്, please don't hesitate, provide it in that group. Right. I'm not a participant in that group. I may not be knowing. If the authorities decide, only I will be knowing that. So feedback provide ചെയ്യാം. And daily notes പ്രിപ്പയർ ചെയ്യാൻ. ആൻഡ് നമുക്കറിയാം ഒരു ക്ലാസ് റൂമിലല്ല ഇരിക്കുന്നത്, ഒരു ഓൺലൈൻ ആണ്, ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്പ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക. ബട്ട് അതിനൊരു വേഗമായിട്ട് നിങ്ങൾ കാണരുത്. ഹാവ് എ പെൻ പേപ്പർ വിത്ത് യു, കാൽക്കുലേറ്റർ ഇഫ് നെസസറി, ഹാവ് എ പെൻ പേപ്പർ ആൻഡ് കാൽക്കുലേറ്റർ വിത്ത് യു. മേക്ക് നോട്ട്സ് ഓഫ് ദ ക്ലാസ്സസ്. ലെക്ചർ നോട്ട്സ് നമ്മൾ ക്ലാസ്സസിൽ എടുക്കില്ലേ, ക്ലാസ് റൂമിൽ എടുക്കില്ലേ, ആ ലെക്ചർ നോട്ട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. സോ ദിസ് ഇസ് an introduction, and can we begin the class? If you have anyone want to say anything, എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ you can unmute your mic and tell me. No one? ആർക്കൊന്നും പറയാനില്ല? Anyone wants to ask me anything? Okay. Okay, only no. Okay. So in between I may be asking you questions, right? You have to respond. നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കണം എന്ന് പറഞ്ഞില്ലേ? സോ യു ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് മീ. ഞാൻ ചോദിക്കുമ്പോൾ യു ഹാവ് ടു ആൻസർ. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും ഹെഡ്സെറ്റ് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓർ എൽസ് ഇഫ് ഐ എം ആസ്കിങ് യു ടു അൺമ്യൂട്ട് യുവർ മൈക്ക്, ഐ തിങ്ക് യു വിൽ ബി ഇൻ എ പൊസിഷൻ ടു അൺമ്യൂട്ട് ആൻഡ് ആൻസർ മീ. അങ്ങനെയാണോ നിങ്ങൾ ഇരിക്കുന്നത്? ഇഫ് നോട്ട്, പ്ലീസ് ആ സമയത്ത് ഇഫ് ഐ എം കോളിംഗ് ഔട്ട് യുവർ നെയിം, ആ സമയത്ത് നിങ്ങൾക്ക് പറ്റില്ല, യു ആർ നോട്ട് ഇൻ എ സിറ്റുവേഷൻ ടു അൺമ്യൂട്ട് യുവർ മൈക്ക് ആൻഡ് സ്പീക്ക് ടു മീ, അങ്ങനെ സിറ്റുവേഷനിലല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെൽ മീ. ഓക്കെ. ആൻഡ് ഇൻ ഫർദർ ക്ലാസ്സസ് പ്ലീസ് മേക്ക് ഷുവർ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, ഒരു കാമായിട്ടൊരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് ഇഫ് നിങ്ങൾക്ക് കൂടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് മോർ ഇന്ററാക്റ്റീവ്. സോ and this is a fresh start. I'm going to deal you the classes relating to the fundamentals, means the basics relating to the accounting. So the accounting in the basics and ആരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? സോ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ചിട്ട് ക്ലാസ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇഫ് എനി വൺ നോട്ട് ഫ്രം ദിസ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, പ്ലീസ് ടെൽ മീ. എന്തിനാ ഞാൻ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈവൻ ഫ്രം ഡെബിറ്റ് ടു ക്രെഡിറ്റ് നമ്മൾ പോകേണ്ടി വരും. സോ ആ റിക്വയർമെന്റ് ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോയാൽ മതിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എനി വൺ നോട്ട് ഫ്രം ദിസ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്? ആരുമില്ല. ആരുമില്ല? Okay. So we are going to start our class. And before going to that, നമ്മൾ എന്താ, we are learning, right?
സോ ദിസ് എൻ്റെ കൊമേഴ്സ് ഫീൽഡിലെ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാട്ട് ഇസ് അക്കൗണ്ടിങ്. സോ നിങ്ങൾ കൊമേഴ്സ് നിങ്ങളുടെ +1 +2 ക്ലാസ്സസ് ആണെങ്കിൽ കൂടി ഇസ് ഇംഗ്ലീഷ് കംഫർട്ടബിൾ ടു യു? ഇംഗ്ലീഷ് കംഫർട്ടബിൾ ആണോ? Or do I have to explain in Malayalam? Right. So I will be using both languages, English and Malayalam. രണ്ടിലും മിക്സ് ചെയ്ത് ഞാൻ പറയാം. So more I will be using this English language because you have to take the exam in the English language. So you have to be comfortable with the language. നിങ്ങൾ അതിനോട് കുറച്ചും കൂടെ എന്താ പറയണ യൂസ്ഡ് ടു ആയിട്ട് മാറണം. അതുകൊണ്ട് മോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യും. ആൻഡ് ഇഫ് റിക്വയർ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ യു കുഡ് ടെൽ മീ. അതർവൈസ് രണ്ടിലും മിക്സ് ചെയ്തിട്ടായിരിക്കും ഞാൻ ക്ലാസ്സസ് പോകുന്നുണ്ടായിരിക്കുക. സോ ഇഫ് റിക്വയർ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞു അതിൽ മലയാളത്തിൽ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ആസ്ക് മീ. സോ നിങ്ങളുടെയാണ് റിക്വയർമെന്റ്സ്, യു ഹാവ് ടു ആസ്ക് മീ, റൈറ്റ്? എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആൻഡ് ഈസ് ദ ഓഡിയോ ക്ലിയർ? ഓഡിയോ ക്ലിയർ ആണോ? ഡിസ്റ്റർബൻസസ് ഒന്നുമില്ലല്ലോ, ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസസ്? Yes, clear. Okay. If in between, if you face any difficulty in the audio ആയാലും അറിയാം, ഓൺലൈൻ ക്ലാസ്സസ് ആണ്, ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ വന്നിരിക്കാം. ഇൻ ബിറ്റ്വീൻ ഇഫ് യു ഫേസ് എനി ഡിഫിക്കൽട്ടീസ് ഡോണ്ട് ഹെസിറ്റേറ്റ്, നിങ്ങൾ അപ്പം തന്നെ പറയാം. ആൻഡ് ഇഫ് യു ഫേസ് നിങ്ങൾക്കാണ് ചിലപ്പോൾ ഓഡിയോ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് പോയിട്ട് വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് എന്തെങ്കിലും മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജസ്റ്റ് എ മൊമെന്റ്. സോ നിങ്ങൾക്കാണ് എന്തെങ്കിലും ആദ്യം പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്ത് പോയിട്ട് വീണ്ടും ഒന്ന് റീജോയിൻ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് എന്നിട്ടും നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം. ഐ വിൽ ചെക്ക് വെദർ ഇറ്റ് ഈസ് ഓഫ് മൈൻ. അതർവൈസ് ജസ്റ്റ് ലോഗ് ഔട്ട് ആൻഡ് റീജോയിൻ. ഓക്കെ. സോ ദിസ് ആർ ഫോർ ഇൻട്രൊഡക്ഷൻ. ആൻഡ് വാട്ട് ഐ വാസ് ഡിസ്കസിങ് ഇസ് ദാറ്റ് നമ്മളെപ്പോഴും പഠിക്കുന്ന കാര്യമാണ് വാട്ട് ഇസ് അക്കൗണ്ടിങ്. This is the base duty അല്ലേ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു യൂസ് ടു സേ ദിസ് ഇസ് എൻ അക്കൗണ്ടിങ് ജോബ്, റൈറ്റ്? സോ വാട്ട് ഇസ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. So what is accounting? We have already learned a definition of accounting in our basic classes, in our +1 +2 classes, that accounting is defined as the process of recording, classifying, summarizing and interpreting the financial transactions and communicating the results thereof to persons interested in such information. So this accounting is a process, adur prakriyana. So what is that process of recording? We are recording the transactions, classifying that recorded transaction is classified into various heads, and summarizing. After classifying, we will be summarizing those transactions and interpreting this financial transaction. And what we are doing, we are interpreting the financial transaction. അതുവഴി നമ്മൾ റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു വെച്ച ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. വി ആർ മേക്കിംഗ് ഇൻഫറൻസസ് ഫ്രം ദാറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ആൻഡ് ഇൻഫറൻസസ് വെച്ചാൽ മാത്രം പോരാ, and communicating the results thereof to the persons interested in such information. And after recording, classifying, summarizing and interpreting this information, those interpretations, those inferences or results must be communicated to the related parties. So this accounting information that we make, that we derive, will be useful to some parties. So what does the business do, or what does the accountants or the people engaged in accountings do? They will be communicating these results to the parties who are interested in such information, right? So certain people will be interested in this accounting information, like the management, shareholders will be the public will be the, government will be the, tax authorities will be the, media will be there. So there are various parties who will be interested in knowing this accounting information for various purposes, for their own purposes, for the decision making purposes. To help them in that process, we will be communicating these results to them. So this entire process is what is called accounting. Again, it is the process of recording, classifying, summarizing and interpreting the financial transactions and communicating the results thereof to persons interested in such information. So that process is what is called the accounting. So clear, this is the basic definition that you may have all learned in your basic classes, right?
സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ലേൺഡ് വേരിയസ് കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് റിലേറ്റിംഗ് ടു അക്കൗണ്ടിങ്. അതെന്താണെന്ന് നമ്മൾ വഴിയെ പഠിക്കും. And in our classes, we have already learned a process. ഒരു പ്രോസസ്സ് പഠിച്ചു. ഫസ്റ്റ്, what is the process? Recording of the transaction from the various source documents. ഒരുപാട് സോഴ്സ് ഡോക്യുമെന്റ്സ് ഉണ്ടാകും. ഇൻവോയ്സസ് ആകട്ടെ, ബില്ലാകട്ടെ, മറ്റ് സോഴ്സ് ഡോക്യുമെന്റ്സ് യൂസ് ചെയ്തിട്ട് we will be recording these transactions in our books of account. In what books? First of all, we will be recording in our journal, right? ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ നമ്മുടെ ജേർണലിൽ റെക്കോർഡ് ചെയ്യും. And from this journal, we will be posting it to the ledger accounts. ഓരോ അക്കൗണ്ട്സിനെയും സെപ്പറേറ്റ് ഹെഡ് ആക്കി തിരിച്ചിട്ട് we will be preparing ledger accounts. ആ ledger accountsൽ നമ്മൾ പോസ്റ്റ് ചെയ്യും all these transactions. And what we'll do at the end of a period, ഓരോ പീരീഡിന്റെ എൻഡിൽ we will balance these ledger account. ഈ ledger accountsനെ നമ്മൾ ബാലൻസ് ചെയ്യും. For what purpose? To know what is the balance of this account, or is there any balance in that account. Then after that, this ledger accounts എല്ലാം ബാലൻസ് ഉള്ളതിനെ we will be listing in a trial balance. For what purpose we are preparing this trial balance? To check the arithmetical accuracy of the accounts prepared. Trial balance preparation ശേഷം we will be preparing for the financial statement accounts അല്ലെങ്കിൽ financial statements prepare ചെയ്യും. What are those included? Profit or loss statement, or we could say the statement of comprehensive income or income statement എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന പോലെ profit or loss statement, income statement or statement of comprehensive income prepare ചെയ്യും. After the preparation of the statement of comprehensive income, what will be preparing? We will be preparing this balance sheet, അതായത് statement of financial position prepare ചെയ്യും. This is what we have learned in our basic classes, right? So according to the revisions in the standards, right? നമ്മൾ എല്ലാത്തിനും സ്റ്റാൻഡേർഡ്സ് ഉള്ള പോലെ in order this accounting is a science, right? Accounting ഒരു സയൻസ് ആണ്. So accounting is also a branch of subjects, right? It's a branch of science. And in this we are having certain standards. So ഓരോ സ്റ്റാൻഡേർഡ്സും ഓരോ പ്രിൻസിപ്പിൾസും പ്രീഡിറ്റർമൈൻഡ് നോഷൻസും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് വർക്ക് നടത്തുന്നുണ്ടാവുക. So there are certain standards established by various organizations, accounting organizations all around the world. So different types of standards ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് we will be recording that the transactions in the accounting records, accounting books will be recorded based upon these standards. So standards gets revised every time. ഓരോ പീരീഡിലും സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. Based upon that, the requirements in the accounting also keeps on changing. So these are the just an introduction of how a transaction is moving. അതൊരു flow of transaction ആണ്. ഒരു ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്താൽ in what all places it has its effect എന്നാണ് നമ്മൾ ഈ പഠിച്ചത്. ഓരോന്നിലും അതെങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പോകുന്നു എന്നുള്ളത്. And the topic that we are going to deal today is how to read a profit or loss statement. നിങ്ങൾക്ക് journal എന്താണെന്ന് അറിയോ? Ledger, trial balance, അതൊക്കെ എന്താണെന്ന് അറിയുമായിരിക്കോ? Are you clear with what is a journal, what is a ledger, and what is a trial balance? Yeah. Okay. Very fast responses. Very good. Okay. Journal, നമ്മളൊരു source document, it's the first entry where we make a first entry of the account. നമുക്കൊരു transaction വന്നു, suppose I have made a sale of good to a customer, അതൊരു transaction ആണ്. So ആ ഒരു transaction ഞാൻ first record ചെയ്യുന്നു. That is a book of first entry, which is a journal. And after that it gets posted to a ledger account, then to trial balance, then profit or loss statement or statement of income, then to the statement of financial statement. ഇതാണ് ഒരു order, final statementലോട്ട് എത്തുന്നത് വരെ. And in between the first final statement or final account that we are preparing is the profit or loss statement or income statement. നമ്മുടെ ഡിഗ്രി ക്ലാസ്സസിനൊക്കെ പഠിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും. ഇറ്റ് ഇസ് നോട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇറ്റ് ഇസ് പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു ബിസിനസ്സിന് പ്രോഫിറ്റും ലോസും ഒരുമിച്ചുണ്ടാവില്ലല്ലോ. either profit or loss. So it's a profit or loss statement. So first we are going to learn is that how to read a profit or loss statement. ഒരു പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ നമ്മൾ റീഡ് ചെയ്യും എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്.
Okay, are you able to see the slides? കാണാൻ പറ്റുന്നുണ്ടോ? Okay. So the first topic that we are going to deal today from this fundamental class is how to read a profit or loss statement. Profit or loss statement എങ്ങനെ നമ്മൾ read ചെയ്യും എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. So what is an income statement? Suppose I hope you have seen that income statement of a company അല്ലെങ്കിൽ നമ്മൾ problems ഒക്കെ work out ചെയ്യുമ്പോൾ you may have seen the income statement. So this profit or loss statement or income statement, what is that? This profit or loss statement, don't look at this profit and loss statement, that is profit or loss statement. Is a financial statement that summarizes the revenues, cost, and expenses incurred during a specified period, usually a fiscal quarter or year. So before going to that, you may have learned that revenue expenses and revenue expenditure and capital expenditure. What is revenue items and what is capital items? Revenue items are those items or items which have its impact only in a 1 year, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ഓപ്പറേറ്റിംഗ് പീരീഡിൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ മാത്രം ഇമ്പാക്റ്റ് വരുന്ന ഐറ്റംസിനെയാണ് നമ്മൾ റവന്യൂ ഐറ്റംസ് എന്ന് പറയുന്നുണ്ടാവുക, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഓർ റവന്യൂ ഇൻകംസ് എന്ന് പറയുന്നുണ്ടാവുക. Glean just okay. So I just don't start with this topic. I'm just providing you an introduction that is not in this slide, but let me okay. So revenue expenditure as the, and you are also having capital expenditure. Revenue expenditure and capital expenditure under. And what is this revenue expenditure? Revenue expenditure is the item which have an impact in the accounting records for only 1 year. ഒരു ഇയറോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിലോ മാത്രം ഇമ്പാക്റ്റ് വരുന്ന അത്രയും നാൾ മാത്രം കാലാവധിയുള്ള ഐറ്റംസിനെയാണ് റവന്യൂ ഐറ്റംസ് എന്ന് പറയുന്നത്. ആൻഡ് ക്യാപിറ്റൽ ഐറ്റംസ് ആർ ദോസ് വിച്ച് ഇസ് ലോങ് ടേം ഇൻ നേച്ചർ. Hello, who's speaking? Okay, you can speak now. Hello, just turn on your mic. If you want to speak, you can speak right now. Okay, so continuing. So this capital expenditure and this revenue expenditures will be reflected in the income statement. Income statement reflect in the items are revenue expenditure, revenue incomes, അല്ലെങ്കിൽ അവക ഐറ്റംസുകളൊക്കെ. സോ റവന്യൂ നേച്ചറുള്ള ഓപ്പറേറ്റിംഗ് നേച്ചറിലുള്ള ഐറ്റംസ് ആയിരിക്കും നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്നുണ്ടാവുക. And this profit or loss statement is a financial statement that summarizes what all അത് ഏതൊക്കെയാണ് സമ്മറൈസ് ചെയ്യുന്നത്? Revenues, cost, expenses incurred during specified period or specified period. Usually we will be classifying നമ്മുടെ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പീരീഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് വി വിൽ ബി റിപ്പോർട്ടിംഗ് അവർ റിസൾട്ട്സ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പീരീഡ്. സോ ആ ഒരു പർട്ടിക്കുലർ പീരീഡിലോട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള റവന്യൂസിനെയും കോസ്റ്റിനെയും എക്സ്പെൻസസ് ഓർ ഇൻകംസ് എല്ലാത്തിനെയും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന, സമ്മറൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, ഈ പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റ് അഥവാ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. Again, this profit or loss statement is a financial statement that summarizes the revenues, incomes, cost, expenses, gains, loss incurred during a specified period. Usually, what would be that specified period? It can be a fiscal year or quarter or whatever it can be, a specified period. ആ ഒരു പീരീഡിലോട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള revenues, cost, expenses, incomes, gains, losses, everything will be listed out or summarized in a profit or loss statement or income statement. So here you are provided with an example. ഒരു profit or loss statement ഒരു example തന്നിട്ടുണ്ട്. What is that? From this total revenue, cost of goods sold deducted, we'll be getting the gross profit. From that we are deducting this operating expenses and adjusting for non-operating expenses കുറച്ചിട്ട് we will be getting what? Net income. This is a basic ഒരു profit loss statement ന്റെ ഒരു simple example ആണ് കൊടുത്തിരിക്കുന്നത്.
Next, a profit or loss statement is synonymous with the income statement. Again, income statement and profit or loss statement both are synonymous, both are the same. A profit or loss statement measures a company's sales and expenses during a specified period of time. The categories include net sales, cost of goods sold, gross margin, selling and administrative expense, and net profit. This is a basic structure, അല്ലെങ്കിൽ ഒരു basic structure ആണ് of a profit or loss statement. So what does a profit or loss statement do? Hello, who does want to speak? So I request you that in between, if you want to speak, please unmute your mic and speak. Otherwise, please mute. Please make your please place your mouth speaker in mute mode because it will disturb the class. Hello, do you want to speak? Do you have any doubts or any suggestions? Okay. സോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡിൽ കമ്പനിയുടെ സെയിൽസും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ നമ്മൾ സമ്മറൈസ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയായിരിക്കും? വിൽ ബി ഹാവിംഗ് നെറ്റ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടാകും. ആൻഡ് ഡിഡക്റ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം ദ സെയിൽസ് നമ്മൾക്ക് എന്ത് കിട്ടും? ഗ്രോസ് മാർജിൻ അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം ദിസ് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്തൊക്കെ ഡിഡക്ട് ചെയ്യും? സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് അല്ലെങ്കിൽ അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് വി വിൽ ബി ഗെറ്റിംഗ് ദി നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ഇൻകം. ഇതാണ് ഒരു പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻഡ് ദിസ് പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ബോത്ത് ആർ ദ സെയിം. So what is this profit or loss statement? In which all the revenues, cost, expenses incurred during a specified period is summarized, and this is synonymous with the income statement. And what are the various items which are included in this profit or loss statement? അതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. So is it clear? We are just going through an introduction. നമ്മൾക്ക് further നമുക്ക് move ചെയ്ക്കാം. Can I move to the next slide? Or if you want any കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടോ? Can I move forward? Okay. Okay. Good. So importance, next topic that we are going to deal is the importance of this income statement. For what purpose നമ്മൾ income statement prepare ചെയ്യുന്നു? What is this importance? An income statement is important because it offers a recent picture of the company's revenues and expenses and overall profitability. So why is it important? Is because it portrays a recent picture or picture we are portraying with the results companyയുടെ റവന്യൂസിനെയും എക്സ്പെൻസസിനെയും ഓവറോൾ പ്രോഫിറ്റബിലിറ്റിനെയും പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ നമ്മൾക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് വഴി പ്രൊവൈഡ് ചെയ്യുന്നു. What does this income statement provides us is that it provides the company the income or loss a company incurred or earned during a particular period. ഒരു പർട്ടിക്കുലർ പീരീഡിൽ ആ കമ്പനി അതിൻ്റെ ഓപ്പറേഷൻസ് വഴി, ബേസിക് ഓപ്പറേഷൻസ് വഴി, അതിൻ്റെ ഫങ്ഷൻസ് വഴി what is the income that company generated or what is the loss that the company incurred എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. And this information from this income statement or this financial statement is used by whom? Managers and investors to make financial decisions. So the managers of the business or the management will be interested in this financial statements in order to make business decisions, right? And investors will be using these financial decisions in order to decide whether to invest or not. Invest ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ to decide upon their state of investments. The managers and investors will be using this financial statement in order to undertake financial decision. So for the purpose അതിന് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. മാനേജേഴ്സ് ആയിക്കോട്ടെ, ബിസിനസിന്റെ മാനേജ്മെന്റിന് എന്തായാലും ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ വേണം.
For what purpose? They are making decisions within the company. ഒരു ഓർഗനൈസേഷനിൽ ഡിസിഷൻ എടുക്കുന്നത് അവരാണ്. ആ ഡിസിഷൻ മേക്കിങ്ങിന് they should be made available the informations relating to the operations of the business. ആ ബിസിനസിന്റെ ഓപ്പറേഷൻസിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവർക്ക് അവൈലബിൾ ആയിരിക്കണം. So they will be using this information. And as far as an investor is concerned, അയാൾക്ക് ആ ഒരു കമ്പനിയിൽ ഓർഗനൈസേഷനിലുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, വാട്ട് ഷുഡ് ഹി ഡിസൈഡ്, അയാളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്, വെദർ ഹിസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഏർണിംഗ് പ്രോഫിറ്റ്സ്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹി വിൽ ബി ഇൻട്രസ്റ്റഡ്. അതിനും വേണ്ടി ഹി വിൽ ബി യൂസിങ് ദിസ് ഇൻഫർമേഷൻ. And next, the purpose of the income statement is to show the reader how much profit or loss an organization generated during a reported period. Already said, this information is more valuable when income statements from several consecutive periods are grouped together so that the trends in the different revenues and expenses line can be viewed. So this is an important point. But for trend analysis, so ഒരു വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാൻ പറ്റുക, ആ വർഷത്തെ ഇൻകം എത്ര ഉണ്ട്, ആ വർഷത്തെ ലോസ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബട്ട് കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്, ഒരുപാട് നാളത്തെ ma'am, how can we record this class? Okay, Vaibhav, don't bother about recording this class. You will be getting this recorded class. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെയിൽ ചെയ്ത് തരും. ഈ റെക്കോർഡഡ് ക്ലാസ് മെയിൽ ചെയ്ത് തരും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, സോ ഇപ്പോൾ കുറച്ച് കോൺസിക്യൂട്ടീവ്, സപ്പോസ് ഐ എം ടേക്കിംഗ് എൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഒരു കമ്പനിയുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർ ദ പാസ്റ്റ് 10 years എടുത്ത് വെക്കുകയാണ്. ആൻഡ് ഐ എം ഹാവിംഗ് ദ റിസൾട്ട്സ്, ഇൻകം അല്ലെങ്കിൽ ലോസ് ദാറ്റ് ഇൻ ഓർഗനൈസേഷൻ ജനറേറ്റഡ് ഫോർ ദ പാസ്റ്റ് 10 years എനിക്ക് അവൈലബിൾ ആണ്. By using it, I could analyze a trend. So what is the movement of that organization? ഓർഗനൈസേഷൻ്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, whether the income is increasing, whether the income is decreasing, ഇൻകം കൂടുകയാണോ അല്ലെങ്കിൽ ഇൻകം കുറയാണോ എന്നൊക്കെ, അല്ലെങ്കിൽ ഇൻകത്തിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, അത് കൂടി കുറഞ്ഞ് അങ്ങനെ പോവാണ്, ഒരു സൈക്ലിക്കൽ ട്രെൻഡ് ആണോ, അല്ലെങ്കിൽ സീസണൽ ആണോ, അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണോ, അല്ലെങ്കിൽ ഇൻക്രീസിങ് ആണോ, ഡിക്രീസിങ് ആണോ, അല്ലെങ്കിൽ ഒരു ഇറഗുലർ ആണോ, നമ്മൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ഓവർവ്യൂ അതുവഴി കിട്ടും. സോ ബൈ യൂസിങ് ദിസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, വാട്ട് വി ക്യാൻ ഡു, വി ക്യാൻ ഫൈൻഡ് the trends in the different revenues and expenses line items. Like നമ്മുടെ റവന്യൂസ് എങ്ങനെയാണ്, സെയിൽസിന്റെ പാറ്റേൺ എങ്ങനെയാണ്, സെയിൽസ് കൂടി വരികയാണോ അതോ കുറഞ്ഞു വരികയാണോ, എക്സ്പെൻസ് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ, അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് ഒക്കെ നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇഫ് ദ ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് വേരിയസ് കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആർ ഗ്രൂപ്ഡ് ടുഗെദർ, we could find the trend, we could conduct a trend analysis from this income statement, right? And that's one of an use of an income statement. Next, the purpose of the income statement may differ somewhat depending on the user. So depending on the user, the purpose of the income statement is varies. Suppose the user is the management of the company. So what is the management of the company interested in? Management അവരുടെ financial decision making അവർക്ക് ഈ ഇൻകം സ്റ്റേറ്റ്മെന്റിലത്തെ ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആണ്. കാരണം ദേ ഹാവ് ടു ചെക്ക് വാട്ട് ഈസ് ദ ട്രെൻഡ് ഇൻ ദെയർ എക്സ്പെൻസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, വെദർ ദി എക്സ്പെൻസ് ഇസ് ഇൻക്രീസിങ്, എക്സ്പെൻസ് ഇസ് ഡിക്രീസിങ് ആണോ നമ്മൾ നോക്കണം. If the expenses is going on increasing, the manager has to check what is the causing factor behind this increasing expenses. Expense കൂടി പോകുകയെന്നുള്ളെങ്കിൽ it's not favorable for the company, right? A company, an organization ഒരു motive എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ to earn profit. To earn profit, what does the business have to do? The business have to increase its revenue or else decrease its cost, right? So if cost is increasing, it will affect its profit. Profit അത് എന്തായാലും affect ചെയ്യും. അതുകൊണ്ട് what should the business do? The managers will be interested in analyzing this income statement in knowing their revenue, movement in the revenue or the movement of their cost in order to make the decision making. ഇപ്പോൾ കോസ്റ്റ് കൂടാന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് മസ്റ്റ് അണ്ടർടേക്ക് കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സോ അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സോ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. റവന്യൂ കൂടാന്നുണ്ടെങ്കിൽ ഓക്കെ, മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടാണ്, ദ ഹാവ് ടു മേക്ക് ഓപ്പർച്യൂണിറ്റീസ്, ദ ഹാവ് ടു സ്ക്വീസ് ഔട്ട് ഫ്രം ദി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. സോ അതിനുവേണ്ടി അവർ യൂസേഴ്സ് മാനേജ്മെന്റ് ആണെങ്കിൽ അവരങ്ങനെയായിരിക്കും, അവരുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് പർപ്പസ് അതായിരിക്കും.
ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി യൂസിങ് ദിസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ടു നോ ദ ഇൻകം ഏൺഡ് ബൈ ദ കമ്പനി, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ലോസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഹി വിൽ ബി അസസിങ് വെദർ ഹി ഹാസ് ടു മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓർ നോട്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഹി വിൽ ബി മേക്കിംഗ് അസസ്മെന്റ്, ഇൻവെസ്റ്റർ. If government is there, government എന്താ യൂസ് ചെയ്യുന്നുണ്ടാവുക, ഗവൺമെന്റ് വിൽ ബി യൂസിങ് ഇറ്റ് ആൻഡ് ടാക്സ് അതോറിറ്റീസ് വിൽ ബി ദർ, റൈറ്റ്. അവർ ഇൻകം സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ഫോർ ടാക്സ് പർപ്പസസിന് വേണ്ടിയിട്ട് എത്രമാത്രം ടാക്സ് ചാർജ് ചെയ്യണം, വട്ട് ഈസ് ദ ഇൻകം ഏൺ ബൈ ദ കമ്പനി, ഹൗ മച്ച് ടു ബി ടാക്സ്ഡ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദേ വിൽ ബി യൂസിങ് ദിസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. സോ വാട്ട് ഇസ് ഇറ്റ് സേയിങ്, ഡിപ്പെൻഡിങ് ഓൺ ദ യൂസറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ദ പർപ്പസ് ഫോർ വിച്ച് ദിസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ഡിഫേഴ്സ്, അത് മാറിക്കൊണ്ടേയിരിക്കും. കറക്റ്റ്. നെക്സ്റ്റ്, an investor wants to see a consistent profit that proves the viability of the business. A lender is most interested in a business generating a sufficient profit to pay for interest expenses and return on the loan amount. So, an investor aanengilo, he will be interested in consistent profit, which means that if I'm an investor and I'm interested in making investment in a particular organization, I will be checking on this income statement for what purpose? To ensure that whether that business is earning consistent profit. Consistent means ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ. ഇപ്പോൾ പ്രോഫിറ്റ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്, കൂടിയും കുറഞ്ഞു ഇരിക്കുന്നു, ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിസ്കി ഫോർ ദാറ്റ് ഇൻവെസ്റ്റർ, ബിക്കോസ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പീരീഡ് ചിലപ്പോൾ ലോസ് ആയാലോ, ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻ ലോസ്, റൈറ്റ്. So he will be interested in consistent profit to prove the viability. ആ ഒരു ബിസിനസിന്റെ വയബിലിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഡിസേർവിങ് ഉണ്ടല്ലോ, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ലെൻഡർ സപ്ലയറെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ, വാട്ട് ഡസ് ദ സപ്ലയർ വാണ്ട്? സപ്ലയർ വാണ്ട്സ് ടു എൻഷുർ ദാറ്റ് ഞാൻ ഇയാൾക്ക് ഈ ഒരു ബിസിനസ്സിന് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻവെന്ററി സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റിട്ടേൺ കിട്ടണമല്ലോ, എനിക്ക് പേയ്മെന്റ് കിട്ടണമല്ലോ, അത് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് ബിസിനസ് കേപ്പബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ലെൻഡർ ഇൻട്രസ്റ്റഡ് ആവുന്നുണ്ടാവുക. സോ ദി ലെൻഡർ വിൽ ബി ലുക്കിംഗ് അറ്റ് ദ പ്രോഫിറ്റ് നോക്കിയിട്ട് വാട്ട് ഹിൽ ബി അസസിങ് ഈസ് ദാറ്റ് ഡസ് ദ ഫേം ഹാവ് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ടു പേ ഓഫ് ഹിസ് ലയബിലിറ്റി. അയാളുടെ ലയബിലിറ്റീസ് അല്ലെങ്കിൽ അയാളുടെ കൊടുക്കാനുള്ള എമൗണ്ട് പേയബിൾസ് കറക്റ്റായിട്ട് പേ ചെയ്യാനായിട്ടുള്ള സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഉണ്ടോ എന്നായിരിക്കും ലെൻഡർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ദീസ് ആർ ദ വേരിയസ് യൂസസ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. Clear? Okay. ആൻഡ് ഈ ഒരു സ്പീഡ് നിങ്ങൾക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഇസ് ഇറ്റ് ഓക്കെ വിത്ത് യു? വാട്ട് ഈസ് യുവർ സജഷൻ? ഓക്കെ. സോ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇൻഫോം മീ, റൈറ്റ്? ഓക്കെ, ഗുഡ്, താങ്ക് യു. ആൻഡ് വൺ തിങ്, ഫസ്റ്റ് ക്ലാസ് അല്ലേ, എങ്ങനെയാ ഒരു നെഗറ്റീവ് റെസ്പോൺസ്? ജസ്റ്റ് എ മൊമെന്റ്. ഫസ്റ്റ് ക്ലാസ് അല്ലേ, എങ്ങനെയാ ഇറ്റ്സ് നോട്ട് ഓക്കെ എന്ന് പറയാന്ന് കരുതിയിട്ട് നിങ്ങൾ പറയാതിരിക്കരുത് കേട്ടോ. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫീൽ, ജസ്റ്റ് ടേക്ക് ഇറ്റ് ഓപ്പൺലി. എല്ലാത്തിനും യെസ് ആൻഡ് ഓക്കെ മാത്രം പറഞ്ഞാൽ പോരാ. സപ്പോസ് ഇഫ് യു വാണ്ട് ടു സേ നോ, ലേൺ ടു സേ നോ, റൈറ്റ്? Okay, moving on to the next topic, accounting principles. So we are going to learn the accounting principles. So what is accounting principles? Principles നെ നമ്മൾ എന്താ മലയാളത്തിൽ പറയാം? തത്വങ്ങൾ എന്നല്ലേ പറയാം. Yeah, right, തത്വങ്ങൾ. So what is accounting principle? These are the rules and guidelines that companies must follow when reporting financial data. Financial data അല്ലെങ്കിൽ financial transactions നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ what are the rules and guidelines that company must follow? ആ rules and guidelines നെയാണ് നമ്മൾ accounting principles എന്ന് പറയുന്നുണ്ടാവുക.
So these are the rules, guidelines, certain norms to be followed when a company is recording financial transactions in its books of account. Such rules, guidelines, norms, or whatever else may be, it is called accounting principle. So we are studying CMA US and we are studying everything in the US പെർസ്പെക്റ്റീവിലാണ് പഠിക്കുന്നത്. സോ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവുക നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡും ഇന്ത്യൻ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. അത് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആണ്. ഹിയർ യു വിൽ ബി ലേണിംഗ് അബൌട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്, FASB, ഇന്ത്യൻസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ആയിരിക്കില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് US ബേസ്ഡ് ആയിരിക്കും. ആൻഡ് ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യൻസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, IAS, IFRS ഒക്കെയാണ് പഠിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്നുണ്ടാവുക ഗ്യാപ്പ് ആയിരിക്കും, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. പ്രീവിയസ്ലി നമ്മൾക്ക് ഇന്ത്യൻ ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾക്ക് INTAS ആയി, പിന്നെ IFRS-ഉമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വി ആർ ഹാവിംഗ് INTAS റൈറ്റ് നൗ, റൈറ്റ്. We are having convergence with the international financial reporting standards in India. എന്നിട്ട് we are having IFRS and INTAS-ന്റെ ഒരു കൺവേർജ്ഡ് ഫോമാണ് ഉള്ളത്. സോ ഇവിടെ നമ്മൾ CMA US പെർസ്പെക്റ്റീവിൽ പഠിക്കുന്നതിന്റെ പേരിൽ വി ആർ ഹാവിംഗ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. നമ്മുടെ ബോർഡാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. ആൻഡ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്? US GAAP ആണ്. വാട്ട് ഇസ് GAAP? GAAP, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതാണ് പഠിക്കുന്നത്. പ്ലീസ് റിമൈൻഡ്. അപ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരും ചില ഐറ്റംസിലൊക്കെ ആയാലും. നമ്മൾ ഇന്ത്യയിൽ ഞാൻ എൻ്റെ ഡിഗ്രി ക്ലാസ്സസിൽ അങ്ങനെയല്ലല്ലോ പഠിച്ചേ, +1 +2 ക്ലാസ്സസിൽ അങ്ങനെയല്ലല്ലോ പഠിച്ചേ എന്ന് ചിന്തിക്കരുത്. ബിക്കോസ് ആസ് പെർ ദി സ്റ്റാൻഡേർഡ് എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം വരും. ചിലപ്പോൾ ഓരോ ഐറ്റംസ് ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡിലൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടായി. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേരിയസ് സ്റ്റാൻഡേർഡ്സ് ഫോളോഡ്. ഓരോ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്കായിട്ട് പലതരത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില ഐറ്റംസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ചിലതിൻ്റെ കോസ്റ്റിൽ മെഷർ ചെയ്യുന്നതിലായാലും അല്ലെങ്കിൽ അതിന് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഫോർമാറ്റിലായാലും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. സോ അക്കൗണ്ടിങ് മീൻസ് ഇറ്റ് ഇസ് ചേഞ്ചിങ്, ഇവോൾവിങ് ആയിട്ടൊരു സബ്ജക്റ്റ് ആണ്. പലയിടത്തും പല രൂപത്തിലായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ US-ലാണെങ്കിൽ US GAAP ആയിരിക്കും. സോ ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ നിങ്ങൾ തോന്നും ഓക്കെ ഞാൻ പഠിച്ചതുപോലെയല്ല ഇത്, സോ ഇത് തെറ്റാണെന്നൊക്കെ തോന്നും. തെറ്റല്ല, ഇത് അവിടെ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് US-കാർ. So issues this FASB, Financial Accounting Standards Board, issued a standardized set of accounting principles in the US referred to as generally accepted accounting principle. US GAAP standards. These are certain standards which is followed in the USA, അമേരിക്കയിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെയാണ് US GAAP എന്ന് പറയുന്നത്. ഈ US GAAP ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്നുള്ള ഒരു അക്കൗണ്ടിങ് ബോഡിയാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോം ചെയ്തിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അക്കൗണ്ടിങ് പീരീഡ്. What is an accounting period? An accounting period in bookkeeping is the period with reference to which accounting books of any entity are prepared. ഏത് പീരീഡിലോട്ടാണോ ഒരു അക്കൗണ്ടിങ് എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മളൊരു ഫിസിക്കൽ ഇയർ, ഒരു 1 year പീരീഡ് ഫ്രം Jan to December, ഓർ യൂഷ്വലി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ഫ്രം April to March, അതാണ് നമ്മളൊരു അക്കൗണ്ടിങ് പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഒരു അക്കൗണ്ടിങ് പീരീഡ് ക്യാൻ ബി ഇയർ ആയിരിക്കാം, മന്ത് ആയിരിക്കാം, ക്വാർട്ടർ ആയിരിക്കാം, 6 months ആയിരിക്കാം, or whatever it may be. ഏത് പീരീഡിലോട്ടാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നുണ്ടാവുക. It is the period for which the books are balanced and the financial statements are prepared. ഏത് പീരീഡിലോട്ടാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് we are balancing that books of account and we are preparing this financial statement, that particular period is what is the accounting period. And generally the accounting period consists of 12 months. Generally നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 12 months, ഒരു 1 year ആണ് ഈ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. വെദർ ഇറ്റ് ക്യാൻ ബി Jan to December. ആസ് പെർ US-ൽ Jan to December ആണ്. ഹലോ, യൂഷ്വലി US-ൽ Jan to December ആണ്. ഇന്ത്യയിൽ ഇപ്പോൾ April to March ആണ്. അത് അധികം വൈകാതെ Jan to December ആയിട്ട് മാറും. ഓക്കെ, these are related to accounting principles and accounting period. ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. സോ can I move forward? Okay.
So accounting period. യൂഷ്വലി 1st Jan to 31st December ആണ് നമ്മൾ US ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പീരീഡ്. ആൻഡ് അക്കൗണ്ടിങ് പീരീഡ്സ് ഓഫ് വേരിയസ് കൺട്രീസ് ആർ പ്രൊവൈഡ് ടു. ഓസ്ട്രേലിയയിലാണെങ്കിലോ അത് ജൂലൈ ടു ജൂൺ ആണ്. കാനഡ ഏപ്രിൽ ടു മാർച്ച്. ചൈന ജാൻ ടു ഡിസംബർ. ഫ്രാൻസ് ആണെങ്കിൽ ജാൻ ടു ഡിസംബർ. ഇന്ത്യ ഏപ്രിൽ ടു മാർച്ച്. ജപ്പാൻ ഏപ്രിൽ ടു മാർച്ച്. യുണൈറ്റഡ് കിങ്ഡം ഏപ്രിൽ ടു മാർച്ച്. USA ജാൻ ടു ഡിസംബർ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദിസ് ആർ ദ വേരിയസ് അക്കൗണ്ടിങ് പീരീഡ്. അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം, അക്കൗണ്ടിങ് ബോഡിയുടെ റിക്വയർമെന്റ്സ് പ്രകാരം അവർ ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് പീരീഡ് ആണ് ഓരോ കൺട്രിയുടെയും തന്നിട്ടുള്ളത്. Okay. Done. So next we are going to deal with the accounting principles, right? Various accounting principles. അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. So the first principle that we are going to study today is realization principle. We are having various accounting principles and conventions ഒക്കെ ഉണ്ട്. അതിൽ first principle is realization principle. So what is realization principle? It is the basic principle in which the income statement is prepared. So what is telling in that realization principle? Revenue can only be recognized once the underlying goods or services associated with the revenue have been delivered or rendered respectively. So what is the main source of revenue for a business? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്താണ്? ഇറ്റ് ഈസ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ rendering of services. Sales revenue ഉണ്ടാകാം, service revenue ഉണ്ടാകാം. So what is the basic operation or the basic purpose for which a business is formed? അതിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ റവന്യൂ, മെയിൻ ആയിട്ടുള്ള റവന്യൂ. Hello? Who wants to speak? Okay, it's okay. If you want to speak, just turn on the mic and speak. No problem, no issue in that. Okay, so the revenue is the income generated from the basic operations of the business. ഒരു ബിസിനസ് എന്തിനായിരിക്കാം ഫോം ചെയ്തിട്ടുണ്ടാവുക? either to sell goods വിൽക്കാനായിരിക്കും, or either to render any സർവീസ് കൊടുക്കുന്നതായിരിക്കാം അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ. സോ വാട്ട് എവർ ഇറ്റ് ക്യാൻ ബി. സപ്പോസ് ഇറ്റ് ഇസ് എ ഹോട്ടൽ. നമ്മൾ തുടങ്ങിയ ഒരു ബിസിനസ് ഒരു ഹോട്ടലാണെന്ന് കരുതുക, റെസ്റ്റോറൻറ്റ് ആണെന്ന് കരുതുക. വാട്ട് ഈസ് ദ മെയിൻ ബിസിനസ് ഫോർ ദാറ്റ് കമ്പനി? ടു സെൽ ഫുഡ് ഐറ്റംസ് ടു ദ കസ്റ്റമേഴ്സ്, റൈറ്റ്? അപ്പോൾ ഫുഡ് ഐറ്റംസ് വിറ്റിട്ട് അവർക്ക് കിട്ടുന്നതായിരിക്കും അവരുടെ മെയിൻ ആയിട്ടുള്ള റവന്യൂ. ആൻഡ് സപ്പോസ് ഐ എം സ്റ്റാർട്ടിങ് എ ട്രാവൽ ആൻഡ് ടൂറിസം. ഒരു ട്രാവൽ കമ്പനി, ടൂറിസം കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ആയിട്ടുള്ളത് എന്തായിരിക്കും? ഈ ടൂറിസം റിലേറ്റഡ് സർവീസ്, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ. സോ അതിൽ നിന്ന്, ആ ഒരു സർവീസിൽ നിന്ന് എനിക്ക് കിട്ടുന്നതായിരിക്കും എൻ്റെ റവന്യൂ. ആൻഡ് വാട്ട് ഡസ് ദിസ് റിയലൈസേഷൻ പ്രിൻസിപ്പൾ ഇസ് സെയിങ്? ദാറ്റ് ഇറ്റ് ഇസ് എ കൺസെപ്റ്റ് in which the revenue can only be recognized once the underlying good or service associated with the revenue have been delivered or rendered. ഏത് ഗുഡ്സിനെയോ അല്ലെങ്കിൽ സർവീസിനെയോ ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ റവന്യൂ എന്നുണ്ടെങ്കിൽ, once it is delivered, ആ സർവീസ് റെൻഡർ കൊടുത്തു അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് ഡെലിവർ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു സർവീസ്, ആ ഒരു റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റുണ്ടാവുള്ളൂ. സപ്പോസ് ഐ എം എ ഷോപ്പ് കീപ്പർ. ഞാനൊരു ടെക്സ്റ്റൈൽ ഓണറാണെന്ന് കരുതുക. ആൻഡ് വാട്ട് ഈസ് മൈ ബിസിനസ്? ഐ വിൽ ബി സെല്ലിംഗ് ക്ലോത്ത്സ്, ഫാബ്രിക്സ് ടു ദ കസ്റ്റമേഴ്സ്. സോ ഇഫ് എ കസ്റ്റമർ കംസ് ആൻഡ് ആസ്ക് മീ, ഞാൻ കസ്റ്റമർ എൻ്റെ ഷോപ്പിൽ വന്നു. ഓക്കെ, കസ്റ്റമർ വന്നു എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ഐ ഹാവ് മെയ്ഡ് എ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു 1000 rupees സെയിൽസ് ഞാൻ എഴുതി വെക്കില്ല, റൈറ്റ്? വെൻ ഓൺലി ഐ വിൽ ബി റെക്കഗ്നൈസിങ് ദിസ് റവന്യൂ? കസ്റ്റമർ വന്നു നോക്കി, ഈവൻ ഇഫ് യു മേക്ക് പർച്ചേസസ്, ബില്ല് പേ ചെയ്തു, അത് റിസീവ് ചെയ്താൽ മാത്രമേ ഞാൻ എൻ്റെ റവന്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. സോ വെൻ വിൽ ബി ദ റവന്യൂ വിൽ ബി റെക്കോർഡഡ്? റവന്യൂ വിൽ ബി റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ദി അണ്ടർലൈങ് ഗുഡ്, ഏത് ഗുഡ് ആണോ, പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ സർവീസ് അസോസിയേറ്റഡ് വിത്ത് റവന്യൂ, ആ റവന്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഗുഡ് അല്ലെങ്കിൽ സർവീസ് ഡെലിവർ ചെയ്തു അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്തു എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വി ഹാവ് ടു ഏൺ
the revenue. ആ റവന്യൂ ഏൺ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നാളെ ഡെലിവറി നടത്തുമെന്ന് കരുതിയിട്ട് ഞാൻ ഇപ്പോഴേ തന്നെ അത് റവന്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. So when it is delivered only, I will be recording the revenue, right? Thus revenue can only be recognized after it has been earned. ആ റവന്യൂ ഏൺ ചെയ്യുക. റവന്യൂ ഏൺ ചെയ്യുക മീൻസ് നമ്മളത് സമ്പാദിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ആ ഒരു എന്തിനാണോ ആ ഒരു ഗുഡ്സ് സർവീസാണ് കൊടുക്കുന്നതെങ്കിൽ ആ സർവീസ് നമ്മൾ കൊടുത്തു. ആ ഒരു പ്രൊഡക്റ്റാണ് ഡെലിവറി നടത്തുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റ് ഡെലിവറി നടത്തി എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ മാത്രമേ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. The best way to understand the realization principle is through the following example. So we are provided with a example. What is that? Advance payment for goods. A customer pays $1,000 in advance for a custom designed product. ഒരു കസ്റ്റമർ ഒരു കസ്റ്റം ഡിസൈൻഡ് പ്രൊഡക്റ്റ്, ഒരു കസ്റ്റമൈസ് ഒരു പ്രൊഡക്റ്റ് ആണ്. കസ്റ്റമറുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. കസ്റ്റം ഡിസൈൻഡ് പ്രൊഡക്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു $1,000 അഡ്വാൻസ് ആയിട്ട് തന്നു. The seller does not realize the $1,000 of revenue until its work on the product is complete. ആ റവന്യൂ കസ്റ്റമർ അഡ്വാൻസ് ആയിട്ട് തന്നു എന്ന് കരുതിയിട്ട് നമ്മൾ സെയിൽസ് റവന്യൂ ആയിട്ട് നമ്മുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യില്ല. What is that? Because we haven't completed that work. അയാൾ എന്തിനാണ് ആ $1,000 തന്നത്? ആ വർക്ക് നമ്മൾ ചെയ്തിട്ടില്ല. ആ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതിനെ റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. Consequently, the $1,000 is initially recorded as a liability, which is then shifted to revenue only after the product has shipped. അപ്പോൾ ആദ്യം നമ്മൾ ഈ $1,000 എന്തായിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക? ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ആസ് എ ലയബിലിറ്റി. വൈ? അൺഏൺഡ് റവന്യൂ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. വൈ? നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾക്ക് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് കിട്ടി. സോ വി ആർ ലയബിൾ ടു കംപ്ലീറ്റ് ദാറ്റ് വർക്ക് ഓൺ ടൈം. ആ വർക്ക് നമ്മൾ ആ ഒരു പറഞ്ഞ സമയത്തിന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐ ആം ലയബിൾ, ഞാൻ ബാധ്യസ്ഥനാണ്. സോ ആ ഒരു ബാധ്യത ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് എനിക്ക് നേരത്തെ തന്നിട്ടുള്ള ഒരു അഡ്വാൻസ് എമൗണ്ട് ആണ്. സോ I am liable to complete that work and deliver it to that customer. So I will be recording this advance of $1,000 as unearned service, unearned revenue. So unearned service revenue, not unearned revenue account-ൽ ഞാൻ അതിനെ ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യും. സോ ഐ വിൽ ബി പാസിങ് ആൻ എൻട്രി. ഞാനപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു എമൗണ്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക എൻട്രി എന്തായിരിക്കും? ഐ വിൽ ബി റിസീവിങ് ക്യാഷ്. Cash account debit to what? To unearned revenue. It's not unearned, it is unearned revenue. I will be recording this entry, right? എത്ര $1,000 ആയിട്ട് റെക്കോർഡ് ചെയ്യും. ആൻഡ് വൺസ് ദാറ്റ് സർവീസ് ഈസ് റെൻഡേഡ്, ആ സർവീസ് ഞാൻ റെൻഡർ ചെയ്തു അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഡെലിവറി നടത്തിയിട്ടുണ്ടെങ്കിൽ വാട്ട് ഐ വിൽ ബി ഡൂയിങ്? ഐ വിൽ ബി റെക്കഗ്നൈസിങ് ദിസ് റവന്യൂ. ആ റവന്യൂ ഞാൻ റെക്കഗ്നൈസ് ചെയ്യും. എങ്ങനെയായിരിക്കും ഞാൻ ആ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക? സെയിൽസ് റവന്യൂ ഓർ സർവീസ് റവന്യൂ ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി. സോറി, ഐ വിൽ ബി റെക്കോർഡിങ് ദിസ് റവന്യൂ. അപ്പോൾ ഈ ലയബിലിറ്റി ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ബി ഡെബിറ്റിംഗ് ദിസ് റവന്യൂ. ഈ റവന്യൂ, അൺഏൺഡ് റവന്യൂ എനിക്കിപ്പോൾ ഇല്ല, ഞാനത് ക്യാൻസൽ ചെയ്തു. ബിക്കോസ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഡ്യൂട്ടി. ടു വോട്ട്? ഐ വിൽ ബി റെക്കോർഡിങ് മൈ സെയിൽസ് റവന്യൂ. സെയിൽസ് റവന്യൂ ഞാൻ റെക്കോർഡ് ചെയ്യും ഫോർ ദാറ്റ് പർട്ടിക്കുലർ made. So when I am receiving something in advance from a customer, it is not realized in the books of account as revenue because I haven't completed the work for which it is earned. So I will be recording it as a liability in my books of account. So when the service is completed or when the product is deliverable or completed, I will be only realizing the revenue only when that purpose for which I have received the amount is completed. ആ ഒരു പർപ്പസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ അതിനെ റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? Okay. Next, another example. Advance payment for services.
A customer pays $6,000 in advance for a full year of software support. The software provider does not realize the $6,000 of revenue until it has performed work on the product. This can be defined as the passage of time. So the software provider could initially record the entire 6,000 as a liability and then shift 500 of it per month to revenue. So in other perspective example ആണ് എ കസ്റ്റമർ ഇസ് പേയിങ് ഒരു ഫുൾ ഇയർ ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സർവീസ് ഒരു വർഷത്തിലോട്ട് മൊത്തമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് 6,000 അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ തുടക്കത്തിൽ ഒരു വർഷം ബിഗിനിങ്ങിൽ ഞാൻ 6,000 അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർ വാട്ട് പർപ്പസ്? ടു പ്രൊവൈഡ് ദ സർവീസ് ഫോർ ദി എൻറ്റയർ ഇയർ. ആ ഒരു ഇയറിലോട്ട് മൊത്തമുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ആ സർവീസ് മൊത്തമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ 6,000 എനിക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് ഇറ്റ് വിൽ ബി എ ലയബിലിറ്റി ടു മീ അല്ലേ? കാരണം ഐ ഹാവ് ടു റെൻഡർ ദിസ് സർവീസ്. ആ സർവീസ് റെൻഡർ ചെയ്യാൻ ഞാനിനി ബാധ്യസ്ഥനാണ്. ലൈക്ക് സോ ഐ വിൽ ബി റെക്കോർഡിംഗ് ദിസ് $6,000 ആസ് എ ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യും, അൺഏൺഡ് റവന്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യും. ആൻഡ് എവറി മന്ത്, ഒരു വർഷത്തിലോട്ട് ഫുൾ അല്ലേ, അപ്പോൾ ഓരോ മാസം ഇഫ് 6,000 is for the entire year, so what will be the revenue applicable for a month? 6,000 divided by 12, 500. അത്രയായിരിക്കും ഓരോ മാസത്തേക്കും ആപ്ലിക്കബിൾ ആയിട്ട് ഉണ്ടാവുക. സോ അപ്പോൾ ഓരോ മാസം കഴിയുന്തോറും ഞാൻ 500 വെച്ചിട്ട് റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് പോകും. സോ ആദ്യത്തെ മാസം കഴിയുമ്പോൾ unearned revenue to 500, അടുത്ത മാസം കഴിയുമ്പോൾ വീണ്ടും unearned revenue to 500, അങ്ങനെ ഡിസംബർ എൻഡ് വരെ unearned revenue to 500 വെച്ച് റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഡിസംബർ എൻഡ് ആകുമ്പോൾ എൻ്റെ ഈ unearned revenue അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആകും. I have already recognized this entire 6,000 from this unearned revenue account to my revenue account. Clear? Okay. So next, multiple deliveries. A seller enters into a sale contract under which it sells an airplane to an airline, plus 1 year of engine maintenance and initial pilot training for 25 million. In this case, the seller must allocate the price among the 3 components of the sale and realize revenue as each one is completed. Thus, it probably realizes all of the revenue associated with the airplane upon delivery, while realization of the training and maintenance components will be delayed until earned. Okay. Multiple deliveries. So a seller is entering into a sale contract. ഒരു സെയിൽ കോൺട്രാക്റ്റിലോട്ട് ഒരു സെല്ലർ എൻ്റർ ചെയ്യാണ്. എന്താണ് ആ കോൺട്രാക്ട്? എയർപ്ലെയിൻ വിൽക്കാൻ വേണ്ടിയിട്ട്. ഒരു എയർലൈൻ കമ്പനിക്ക് എയർപ്ലെയിൻ വിൽക്കാൻ വേണ്ടിയിട്ട്. എയർപ്ലെയിൻ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ 2 കാര്യങ്ങൾ കൂടെ ആൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻജിൻ മെയിൻ്റനൻസ്, ഒരു വർഷത്തേക്കുള്ള എൻജിൻ മെയിൻ്റനൻസും ഇനീഷ്യൽ പൈലറ്റ് ട്രെയിനിങ്ങും. ഫസ്റ്റ് ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു പൈലറ്റിന് ട്രെയിനിങ്. ഒരു എയർപ്ലെയിൻ ആകുമ്പോൾ ഒരു പൈലറ്റിനാകുമ്പോൾ എയർപ്ലെയിൻ്റെ ഉള്ളിലത്തെ എൻജിൻ മെക്കാനിസംസും കാര്യങ്ങളും എല്ലാവിധ പൊസിഷൻസും ഒക്കെ മനസ്സിലാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഇനീഷ്യൽ പൈലറ്റ് ട്രെയിനിങ്ങിനും എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു സെയിൽ കോൺട്രാക്റ്റ് $25 million ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ അവിടെ അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. ഒന്നെന്താ? എയർപ്ലെയിൻ്റെ ഡെലിവറി, ഒരു വർഷത്തേക്കുള്ള എൻജിൻ മെയിൻ്റനൻസ് ഉണ്ട്, ഇനീഷ്യൽ പൈലറ്റ് ട്രെയിനിങ് ഉണ്ട്. ഇതിന് 3നും കൂടിയിട്ടാണ് ഈ 25 million പേ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ കോൺട്രാക്ട് എഴുതിയിട്ട് കോൺട്രാക്ട് ഓൺ വിച്ച് ദ കോൺട്രാക്ട് ഇസ് മെയ്ഡ്. ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ ദി സെല്ലർ ഹാസ് ടു അലൊക്കേറ്റ് ദ പ്രൈസ്. ഈ 25 million 3 കാര്യങ്ങളിലോട്ടും അലൊക്കേറ്റ് ചെയ്യണം. ബിക്കോസ് ഹി ഈസ് പ്രൊവൈഡിങ് 3 സർവീസസ്. 3 കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഹി മസ്റ്റ് അലൊക്കേറ്റ് ദിസ് $25 million ടു ദീസ് 3 things ആൻഡ് റിയലൈസസ് ദി റവന്യൂ. ആൻഡ് 3 എണ്ണത്തിന് നമ്മൾ അലൊക്കേറ്റ് ചെയ്തിട്ട് ഓരോന്ന് റിയലൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. സോ ഇത് 3നും നമ്മൾ അലൊക്കേറ്റ് ചെയ്തു. ആൻഡ് എയർപ്ലെയിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക, എയർപ്ലെയിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. വൺസ് ദിസ് എയർപ്ലെയിൻ ഇസ് ഡെലിവേർഡ് ടു ദസ് എയർലൈൻ കമ്പനി, ആ എയർപ്ലെയിൻ്റെ അപ്ലിക്കബിൾ ആയിട്ടുള്ള പോർഷൻ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. ആൻഡ് ഇനീഷ്യലായിട്ട് ചെയ്തു. എന്നിട്ട് പൈലറ്റിന് ഇനീഷ്യലായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തു തുടക്കത്തിലെ തന്നെ. ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും, ഈ 25 million ഒരു പോർഷൻ.
നെക്സ്റ്റ് എന്താ, 1 ഇയർ എൻജിൻ മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 1 ഇയർ കാലാവധി ഉണ്ടല്ലോ, ആ 1 ഇയർ കാലാവധിയിൽ എൻജിൻ മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു സർവീസ് അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ 25 മില്യൺ എന്നുള്ള എമൗണ്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഡെലിവറീസ്. ഈ 3 കാര്യങ്ങൾ 3 സമയത്തല്ലേ നമ്മൾ ഡെലിവറി നടത്തുന്നുണ്ടാവുക. ഒരു കോൺട്രാക്റ്റിൻ്റെ ആണെങ്കിൽ കൂടിയിട്ട് ഈ 3 കാര്യങ്ങളും 3 സമയങ്ങളിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എയർപ്ലെയിൻ തുടക്കത്തിലേ കൊടുക്കും, ഇനീഷ്യൽ പൈലറ്റ് ട്രെയിനിങ് അത് കഴിഞ്ഞിട്ട് കൊടുക്കും, 1 ഇയർ എഞ്ചിൻ മെയിൻ്റനൻസ് 1 വർഷത്തെ കാലാവധി ഉണ്ടാകും. സോ ഹിയർ മൾട്ടിപ്പിൾ ഡെലിവറീസ് ആർ ഹാപ്പനിങ്. സോ വി വിൽ ബി റിയലൈസിങ് ഓർ റെക്കഗ്നൈസിങ് ദ റവന്യൂ ഓൺലി വെൻ each of the components are earned, അല്ലെങ്കിൽ each of the components are completed. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അത് ഏൺ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. And what does auditors pay close attention to this principle when deciding whether the revenues booked by a client are valid? So when you are auditing the financial statement, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുമ്പോൾ the auditors must pay close attention കൊടുക്കണം. എന്തിനു? ഈ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ കൺസിഡർ ചെയ്യണം. കാരണം നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് ബുക്സിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന റവന്യൂ അത് വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം, ബേസ്ഡ് ഓൺ ദിസ് റിയലൈസേഷൻ പ്രിൻസിപ്പിൾ. അല്ലെങ്കിൽ ആ റവന്യൂ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആ ഒരു ഒബ്ലിഗേഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സാറ്റിസ്ഫൈ ചെയ്തു, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തു, ഡെലിവറി ചെയ്തു, അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്തു എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റവന്യൂ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ക്ലിയർ? ഓക്കെ. Okay, just a moment. I will be back in a minute. Okay, coming back. It was a short drinking break. I was a little bit thirsty. Okay. Next, accrual principle. Next basic accounting principle is accrual principle. So this is also an important principle on which our financial statements are prepared. So what is an accrual principle? Accrue means what? Earn, right? Earn or incur. The accrual principle is an accounting concept that requires accounting transactions to be recorded in the time period in which they occur, regardless of the time period when the actual cash flows for the transactions are received. സോ ദിസ് അക്രൂവൽ പ്രിൻസിപ്പിൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ടൈം പീരീഡിലോട്ടാണോ ആ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ആ ഒരു റവന്യൂ ഒക്കർ ചെയ്യുന്നത്, നടക്കുന്നത്, ആ ഒരു ടൈം പീരീഡിൽ തന്നെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ റെക്കോർഡ് ചെയ്യും.
regardless, we are not considering in which time the cash flows are occurring. ഏത് ടൈമിലാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോസ് വരുന്നത് എന്ന് നമ്മൾ നോക്കുന്നില്ല. വി ആർ ലുക്കിംഗ് ഓൺലി വാട്ട്, ഏത് പീരീഡിലോട്ടാണ് അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ പീരീഡിലോട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റവന്യൂ ആണോ എക്സ്പെൻസ് ആണോ, യെസ് വി വിൽ ബി റെക്കഗ്നൈസിങ് ഇൻ അവർ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇനി ഇതിന്റെ ക്യാഷ് ഫ്ലോ റവന്യൂ ആണെങ്കിൽ അത് ഇപ്പൊ കിട്ടിയോ അല്ലെങ്കിൽ അടുത്ത വർഷമാണോ കിട്ടുന്നുണ്ടാവുക, മുന്നേ കിട്ടിയോ, ഡസന്റ് മാറ്റർ. എക്സ്പെൻസ് ആണെങ്കിൽ ഇപ്പൊ കൊടുത്തോ അല്ലെങ്കിൽ ഇനി കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ മുന്നേ കൊടുത്തിട്ടുണ്ടോ, ഡസന്റ് മാറ്റർ. ഇഫ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ദിസ് പർട്ടിക്കുലർ പീരീഡ് വി വിൽ ബി റെക്കോർഡിംഗ് ഇൻ അവർ ബുക്സ്, അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ റവന്യൂ ആയിട്ടും എക്സ്പെൻസ് ആയിട്ടും നമ്മൾ റെക്കോർഡ് ചെയ്യും. So here provided with the various example, that is the accrual principle. Accrual concept ഉണ്ട്, cash concept ഉണ്ട്. In this cash concept what we are doing is that cashൽ നമ്മൾ ക്യാഷ് കിട്ടി, ക്യാഷ് കൊടുത്തു, അത് റെക്കോർഡ് ചെയ്യും. നമ്മൾക്ക് ആക്ച്വൽ ക്യാഷ് ഫ്ലോസ് ആണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഹിയർ ഇൻ accrual principle, time period recorded in the time period in which they occur, we does not consider the actual cash flows. Actual cash flows നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഏത് പീരീഡിലാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോസ് വരുന്നത് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. വി ആർ ഓൺലി കൺസിഡറിങ് ഫോർ വിച്ച് ടൈം പീരീഡ് ദാറ്റ് പർട്ടിക്കുലർ എക്സ്പെൻസ് ഓർ റവന്യൂ ഇസ് റിലേറ്റഡ് ടു, വി വിൽ ബി റെക്കോർഡിംഗ് ഇറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പീരീഡ്. Next, we are given with list of examples relating to the usage of this accrual principle. What are they? First one, record revenue when you invoice the customer rather than when the customer pays you. അതായത് നമ്മളൊരു കസ്റ്റമറിന് സെയിൽ നടത്തി, കസ്റ്റമർ നമ്മൾ ഇൻവോയ്സ് കൊടുത്തു, ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ വി വിൽ ബി റെക്കോർഡിംഗ് ദിസ് റവന്യൂ. കസ്റ്റമർ എപ്പോൾ പേ ചെയ്തു എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ്. കസ്റ്റമർ പേ ചെയ്യുന്ന ടൈം അല്ല, കസ്റ്റമർക്ക് ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യെസ് ഐ ഹാവ് ഏൺഡ് ദാറ്റ് റവന്യൂ, ദാറ്റ് കസ്റ്റമർ ഇസ് ലയബിൾ ടു പേ ടു മീ, സോ ഐ വിൽ ബി റെക്കോർഡിംഗ് ദാറ്റ് റവന്യൂ. ആ റവന്യൂ ഞാൻ റെക്കോർഡ് ചെയ്യും. വെൻ യു ഇൻവോയ്സ് ദ കസ്റ്റമർ യു വിൽ ബി റെക്കോർഡിംഗ് ദ റവന്യൂ റാദർ ദാൻ ദ ടൈം വെൻ ദ കസ്റ്റമർ പേസ് യു. കസ്റ്റമർ നമ്മൾക്ക് പേ ചെയ്യുന്ന ടൈം അല്ല, നമ്മൾ ആ ഇൻവോയ്സ് കസ്റ്റമർക്ക് കൊടുത്താൽ അല്ലെങ്കിൽ ആ ബില്ല് കസ്റ്റമർക്ക് കൊടുത്താൽ വി കുഡ് റെക്കഗ്നൈസ് ദ റവന്യൂ ബിക്കോസ് ഐ ഹാവ് ഏൺഡ് ഇറ്റ്. റെക്കോർഡ് ആൻ എക്സ്പെൻസ് വെൻ യു ഇൻകർ ഇറ്റ് റാദർ ദാൻ വെൻ യു പേ ഫോർ ഇറ്റ്. ഏതെങ്കിലും എക്സ്പെൻസ് നിങ്ങൾ ഇൻകർ ചെയ്താൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, ബട്ട് നോട്ട് ദ ടൈം വെൻ യു പേ ഇറ്റ്. സപ്പോസ് ഒരു വർഷത്തേക്കുള്ള എക്സ്പെൻസ് ഞാൻ ഇൻകർ ചെയ്തു, ഞാൻ കുറച്ച് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, റെന്റ് എക്സ്പെൻസ്, ഇൻഷുറൻസ് എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഒക്കെ ഒരു വർഷത്തേക്കുള്ളത് ഞാൻ ഇൻകർ ചെയ്തു, എന്തായാലും ഞാൻ ഇൻകർ ചെയ്തിട്ടുണ്ട്. ബട്ട് സപ്പോസ് ഐ വിൽ ബി പേയിങ് ഇറ്റ് ഓൺലി ഇൻ ദ നെക്സ്റ്റ്, അടുത്ത പീരീഡിലായിരിക്കും പേ ചെയ്യുന്നുണ്ടാവുക. ഡസന്റ് മാറ്റർ വെൻ യു പേ ദാറ്റ് എക്സ്പെൻസ് ഓർ നോട്ട്. ഇഫ് യു ഹാവ് ഇൻകേർഡ് ദാറ്റ് എക്സ്പെൻസ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പീരീഡ് യു ഹാവ് ടു റെക്കോർഡ് that as an expense in that particular period's income statement. ഏത് പീരീഡിലോട്ടുള്ള എക്സ്പെൻസ് ആണോ ആ പീരീഡിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. നെക്സ്റ്റ്, record the estimated amount of bad debt when you invoice a customer rather than when it becomes apparent that the customer will not pay you. Record the estimated amount of bad debt when you invoice a customer. ഒരു കസ്റ്റമർക്ക് നമ്മൾ ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സോ യൂഷ്വലി വി ആർ മേക്കിംഗ് ക്രെഡിറ്റ് സെയിൽസ് അല്ലേ. സെയിൽസ് എപ്പോഴും ക്യാഷ് ആയിട്ട് മാത്രമായിരിക്കില്ല, ക്രെഡിറ്റ് ആയിട്ടും കടമായിട്ടും നമ്മൾ വിൽക്കും. കടമായിട്ട് വിൽക്കാന്നുണ്ടെങ്കിൽ ദർ ഇസ് വൺ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ്. എന്താണ് ആ റിസ്ക്? കസ്റ്റമർ നേരത്തിന് തിരിച്ചടക്കില്ല, കസ്റ്റമർ കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തില്ല, ഹി വിൽ മേക്ക് ഡിഫോൾട്ട്, സം ഓഫ് മൈ റിസീവബിൾസ് വിൽ ബിക്കം ബാഡ്. അത് ബാഡ് ഡെറ്റ് ആയിട്ട് മാറും, എനിക്ക് കിട്ടാതെയായിട്ട് മാറും. അപ്പോൾ ഐ വിൽ ബി എസ്റ്റിമേറ്റിംഗ് സം, ലൈക്ക് ഇഫ് ഐ മേക്കിംഗ് 100,000 സെയിൽ ഐ വിൽ ബി എസ്റ്റിമേറ്റിംഗ് ഒരു 5,000 എങ്കിലും ഇതിൽ ബാഡ് ഡെറ്റ് ആയിട്ട് പോകാം. സോ based upon my previous experience or past experience, I will be estimating certain portion of that sales as bad debt, right? ബാഡ് ഡെറ്റ് ചെയ്യും. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, അതിനെ ബാഡ് ഡെറ്റിനെ ഞാനിവിടെ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യും. ഇത് കസ്റ്റമർ തരില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമല്ല, ഞാൻ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് പോർഷനൊക്കെ എസ്റ്റിമേറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഞാൻ നേരത്തെ കൂട്ടി പ്രൊവൈഡ് ചെയ്യും. എപ്പോൾ മാത്രമല്ല, കസ്റ്റമർ ഇത് തരില്ല എന്ന് ഉറപ്പിച്ച ശേഷമല്ല, അതിനു മുന്നേ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ്, record depreciation for a fixed asset over its useful life rather than changing it to expense in the period purchases. Yeah, one such thing, recording of the depreciation expense. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അടുത്തതിൽ പഠിക്കും.
സോ വി വിൽ ബി റെക്കോർഡിംഗ് ദിസ് ഡിപ്രീസിയേഷൻ ഫോർ ദറ്റ് പെർട്ടിക്കുലർ അസറ്റ്സ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബാലൻസ് ഷീറ്റിലൊക്കെ റെക്കോർഡ് ചെയ്യും. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ ഒരു വർഷത്തേക്ക് ഫുൾ ആയിട്ടുള്ള എക്സ്പെൻസ് ചെയ്ത് കളയുന്നുണ്ടാവുക. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നമ്മളതിനെ എക്സ്പെൻസ് ചെയ്ത് കളയുന്നുണ്ടാവുക. ഓവർ ദ യൂസ്ഫുൾ ലൈഫ്, ആ ഒരു അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫിൽ നമ്മൾ പല ഘട്ടങ്ങളായിട്ടായിരിക്കും നമ്മൾ ആ എക്സ്പെൻസ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ചെയ്യുന്നുണ്ടായിരിക്കുക. Next, record a commission in the period when the salesperson earned it rather than in the period in which he or she is paid it. Sales commission, right? കമ്മീഷൻ നമ്മൾ വി വിൽ ബി പേയിങ് സെയിൽസ് പേഴ്സൺ നമ്മൾ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ബേസ്ഡ് ഓൺ ദി എമൗണ്ട് ഓഫ് സെയിൽസ് ദാറ്റ് ദേ ഹാവ് മെയ്ഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദാറ്റ് സെയിൽസ്മാൻ ഹാസ് ഏൺഡ് ഇറ്റ് വി വിൽ ബി റെക്കോർഡിംഗ് ഇറ്റ് ആസ് ദ കമ്മീഷൻ എക്സ്പെൻസ്. അയാൾക്ക് എപ്പോൾ പേ ചെയ്യുന്നു അപ്പോഴെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അയാൾ ഏൺ ചെയ്താൽ വി വിൽ ബി റെക്കോർഡിംഗ് ഇറ്റ് ആസ് കമ്മീഷൻ എക്സ്പെൻസ്. റെക്കോർഡ് വേജസ് ഇൻ ദ പീരീഡ് ഏൺ റാദർ ദാൻ ദ പീരീഡ് പെയ്ഡ്. ഏത് പീരീഡിലാണോ വേജസ് ഏൺ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏൺ ചെയ്തിട്ടുള്ള മീൻസ് ഇൻകർ ചെയ്തിട്ടുള്ളത് ആ പീരീഡിൽ നമ്മൾ വേജസ് എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. ഏത് പീരീഡിലാണോ പേ ചെയ്യുന്നത് ആ പീരീഡിലല്ല. So everything which is applicable, even if the revenue or expense, if it is applicable to a particular period, in that period we will be recording it as the revenue or expense, not in the period in which the actual cash flow is occurring. ഏത് പീരീഡിലാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോ, വെദർ ഇറ്റ് ക്യാൻ ബി ദ ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ വരുന്നത് അപ്പോഴല്ല, ഏത് പീരീഡിലാണോ അത് ഇൻകർ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഏൺ ചെയ്തിട്ടുണ്ടാവുക ആ ഒരു പീരീഡിൽ ആ എക്സ്പെൻസ് അല്ലെങ്കിൽ ആ ഒരു റവന്യൂ നമ്മൾ റെക്കോർഡ് ചെയ്യും. Clear? That is the accrual principle, and it is the basic principle on which the financial statements are prepared. Clear ano? Okay. Next is the matching principle. So realization principle, accrual principle. The next principle is the matching principle. What is matching? Matching means one to one. ഒരു matching നമ്മൾ അവിടെ നടത്തുന്നുണ്ട്. The matching principle directs a company to report an expense on its income statement in the period in which the related revenues are earned. So, ഏത് period revenues are matched with the expenses. What we are matching? എന്തിനാണ് നമ്മൾ മാച്ച് ചെയ്യുന്നത്? We are matching revenues and expenses. Revenues are matched with their corresponding expenses. The matching principle directs a company to report an expense on its income statement in the period in which the related revenue are earned. ഏതിന് ഒരു റവന്യൂ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ, ആ എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. Suppose, for example, if the revenue is sales, if I am recording the sales in a period, what is the corresponding expense relating to that sale? It is the cost of goods sold. So we are incurring certain cost on this goods, right? ഏതാണോ വിൽക്കുന്നത് ആ വിൽക്കുന്ന ഗുഡ്സിന് നമ്മൾ കുറച്ച് കോസ്റ്റ് ചെയ്യുന്നുണ്ടാവും, എക്സ്പെൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ എക്സ്പെൻസും നമ്മൾ ആ പർട്ടിക്കുലർ പീരീഡിൽ തന്നെ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യണം. So if we are recording an income revenue for that period, we should also record its corresponding expense. അതിന്റെ എക്സ്പെൻസും നമ്മൾ ആ പീരീഡിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Next, the matching principle is associated with the accrual basis of accounting and adjusting entries. Accrual basisലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക, not on the cash concept, right? Accrual, whether you have earned or whether you have expensed, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, whether you have earned or whether you are accrued, incurred, you will be recording that revenue or expense. അല്ലാതെ ആ ക്യാഷ് കൊടുത്തോ ഇല്ലയോ, ക്യാഷ് കിട്ടിയോ ഇല്ലയോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. It results in a liability to appear on the balance sheet for the end of accounting period. ചിലപ്പോൾ നമ്മൾക്ക് കൊടുക്കാനുള്ള ഒരു എക്സ്പെൻസ് ആയിരിക്കും, എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് മാറും. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ലയബിലിറ്റി. ഇനി ഇൻകം ആണ്, ഇൻകം നോട്ട് റിസീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നമുക്ക് കിട്ടിയിട്ടില്ല ഇൻകം, നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഇൻകം നമ്മൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എൻ അസെറ്റ്. കാരണം എക്സ്പെൻസ് കൊടുക്കേണ്ടതായിട്ടൊരു ഐറ്റം നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പൊ ഇനി നമ്മൾ അടുത്ത പീരീഡിൽ കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. അതിന്റെ പേരിൽ നമ്മൾ എന്തായിട്ട് റെക്കോർഡ് ചെയ്യും, നമ്മളതിനെ ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ.
ഇനി കിട്ടേണ്ടതായിട്ടുള്ള ഒരു ഇൻകം ആണ്, പക്ഷെ നമ്മൾക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് നമുക്കൊരു അർഹത ഉണ്ടല്ലോ. വി ആർ ഡിസേർവിംഗ് ടു റിസീവ് ദാറ്റ് ഇൻകം. So we will be recording that income in the balance sheet as what? Balance sheet as asset. Okay. The matching principle is associated with the accrual basis of accounting and adjusting entries. Okay, we have already learned that. അതിന് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്നതിൽ പഠിക്കും. That is matching principle. When you record a revenue in a particular period, we will be also recording its corresponding expenses, and it is based on the accrual basis, and certain items will be recorded on the balance sheet as a liability or either as the asset. If the income is outstanding, what we will do, we will be reporting it as an asset, current asset ആയിട്ട് നമ്മൾ അതിനെ റിപ്പോർട്ട്. If expense is outstanding, we haven't paid our expense, നമ്മൾ എക്സ്പെൻസ് പേ ചെയ്തിട്ടില്ല, but it is to be paid, പേ ചെയ്യേണ്ട കാര്യം നമ്മൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ it is a liability on our part, so we'll be recording it as a liability in our balance sheet. Clear? Okay. So moving on to our next topic, examples of matching principle ആണ് നമുക്കവിടെ തന്നേക്കുന്നത്. What are they? To illustrate the matching principle, let's assume that a company's sales are made entirely through sales representative who earn a 10% commission. The commission are paid on the 15th day of the month following the calendar month of the sales. For instance, if a company has $60,000 of sale in December, the company will pay commission of $6,000 on January 15th. സോ സെയിൽ എത്രയാണോ അതിന്റെ 10% ആണ് നമ്മൾ കമ്മീഷൻ പേ ചെയ്യുന്നത്. ഫോർ ഹൂം? ഫോർ ദ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്. സോ ഇറ്റ് ഈസ് പെയ്ഡ് ഓൺ ദ 15th ഓഫ് ദ ഫോളോയിങ് മന്ത്. ഏത് മാസത്തെ സെയിലാണോ ഉള്ളത് ആ മാസത്തിന്റെ നെക്സ്റ്റ് മന്തിന്റെ 15th നമ്മൾ പേ ചെയ്യുന്നുണ്ടാവാം. സപ്പോസ് ദ സെയിൽ ഐ ഹാവ് ഡൺ ഇസ് ഫോർ ഡിസംബർ. ഡിസംബറിലെ സെയിൽ ആണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി പേയിങ് ദ കമ്മീഷൻ ഓൺലി ഇൻ ദ നെക്സ്റ്റ് മന്ത്. ജാനുവരി 15th മാത്രമായിരിക്കും. ഹലോ അരുൺ. Email. Hello, Arun. Arun Srikumar, right? You are trying to speak. What is that, Arun? Okay, so let's continue. So for that 60,000 of sale that I have done in December, I will be only making payment on when January 15th matram. 60,000 into 6%, as a 10%, 6,000 January pay cheyyunnundaയിരിക്കുക. What is? I will be closing my books on December. ഡിസംബറിൽ ഞാൻ ജാൻ ടു ഡിസംബർ ആണ് എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ക്ലോസിങ് ഇറ്റ് ഇൻ ഡിസംബർ. ഡിസംബറിലായിരിക്കും ഞാനത് ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഐ ഹാവ് എന്താ പറയുക ഇൻകേർഡ് ദറ്റ് എക്സ്പെൻസ്. ആ കമ്മീഷൻ ഞാൻ എക്സ്പെൻസ് ചെയ്യണം, കാരണം ഡിസംബറിലത്തെ സെയിലിനുള്ളതാ. സോ ഓൾറെഡി ഞാൻ ആ എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ ഹാവ് ഇൻ പെയ്ഡ് ഇറ്റ്. Yet I will be recording it in the my financial statements till December as an expense. അതിന് എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് ഐ ഹാവിൻ പെയ്ഡ് ദാറ്റ് കമ്മീഷൻ. ആ കമ്മീഷൻ ഞാൻ പേ ചെയ്തിട്ടില്ല. സോ ഐ വിൽ ബി റെക്കോർഡിംഗ് ഇറ്റ് ആസ് എ ലയബിലിറ്റി ഇൻ മൈ ബാലൻസ് ഷീറ്റ്. സോ ലെറ്റ്സ് ചെക്ക്. The matching principle requires that the 6,000 of commission expense be reported on the December income statement along with the related December sales of 60,000. What is the related revenue? A 60,000 sale my particular expense a commission expense. So I have to report it in that current period itself. It also requires that the December 31 balance sheet report a current liability of 6,000. Current liability 6,000 report because I haven't paid that commission expense. I'm a commission expense ഞാൻ പേ ചെയ്തിട്ടില്ല, but I have to pay it, right? So I will be reporting it as a liability, current liability in my balance sheet. This is referred to as an accrual, and it is achieved through an adjusting entry. Adjusting entry ആയിരിക്കും നമ്മൾ അതിന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. What will be that adjusting entry?
commission expense 6,000, account debit to commission payable or outstanding commission $6,000. ഈ കമ്മീഷൻ എക്സ്പെൻസ് ഞാൻ എൻ്റെ ഇൻകം സ്റ്റേറ്റ്മെന്റിലും റെക്കോർഡ് ചെയ്യും. ആ കമ്മീഷൻ പേയബിൾ കറന്റ് ലയബിലിറ്റി ആയിട്ട് എൻ്റെ ബാലൻസ് ഷീറ്റിലും റെക്കോർഡ് ചെയ്യും. ദിസ് ഈസ് ഹൗ ദാറ്റ് ഐ എം ഗോയിങ് ടു ട്രീറ്റ് ദിസ് പേയബിൾ. Clear? Is it clear? Okay. Okay, good. Moving forward. So this is what we have discussed just now. Okay. All other assets such as accounts receivable, prepaid expense, fixed assets and long-term assets will eventually become expense. എല്ലാ അസറ്റും, even if it is accounts receivable ആയിക്കോട്ടെ, prepaid expense ആയിക്കോട്ടെ, fixed assets ആയിക്കോട്ടെ, long-term assets ആയിക്കോട്ടെ, അത് ഇവഞ്ച്വലി എന്തായിട്ട് മാറും? എക്സ്പെൻസ് ആയിട്ട് മാറും. അക്കൗണ്ട്സ് റിസീവബിൾ ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ റെക്കോർഡ് ചെയ്യും. പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിൽ ആ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഓൾറെഡി അടുത്ത വർഷത്തേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള എക്സ്പെൻസാണ്, പക്ഷേ നമ്മളത് മുൻകൂട്ടി പേ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഈ ഒരു പീരീഡിലോട്ട് അപ്ലിക്കബിൾ അല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് അതിനെ റെക്കോർഡ് ചെയ്യില്ല. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിന് അസറ്റായിട്ട്, കറണ്ട് അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഏത് പീരീഡിലോട്ടാണോ എക്സ്പെൻസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആ ഒരു പീരീഡ് വരുമ്പോൾ നമ്മൾ ആ പീരീഡിൽ ഇതിനെ റെക്കോർഡ് ചെയ്യും. സോ അപ്പോൾ ആ പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് പോയിട്ട് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരും. ഇനി ഫിക്സ്ഡ് അസറ്റ്സ് ആണ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് മാറും. എങ്ങനെ? ബൈ വേ ഓഫ് ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ഒക്കെ ആയിട്ട്. ഈ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ അമോർട്ടൈസേഷൻ ഡിപ്ലീഷൻ്റെ രൂപത്തിൽ നമ്മളതിന് പീരിയോഡിക്കലി കുറച്ചിശെ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ റെക്കോർഡ് ചെയ്ത് വരും. സോ ഓൾ അതർ അസറ്റ്സ് വിച്ച് ഇസ് റെപ്രസെന്റഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്, ഇറ്റ് ഇസ് അക്കൗണ്ട്സ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഫിക്സ്ഡ് അസറ്റ്സ്, ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഇൻവെന്ററി, വാട്ട് എവർ ഇറ്റ് ക്യാൻ ബി, ഇറ്റ് വിൽ ഇവഞ്ച്വലി ബിക്കം എൻ എക്സ്പെൻസ് ഇൻ അവർ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് പിന്നീട് വരും. അസറ്റ്സ് ആർ ഡിപ്രീഷിയേറ്റഡ് ഓവർ ദെയർ യൂസ്ഫുൾ ലൈഫ്. അസറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യും. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് വാട്ട് ഇസ് ഡിപ്രിസിയേഷൻ. സോ ഡിപ്രിസിയേഷൻ ക്യാൻ ബി വ്യൂഡ് ഫ്രം ദ ഫിനാൻസ് ആൻഡ് ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. ഫിനാൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഡിപ്രിസിയേഷനെ കാണാം. ഇനി ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിപ്രിസിയേഷനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ഡിപ്രിസിയേഷൻ? Depreciation, please give attention. Depreciation is the process of recognition of a portion of the total value of a tangible non-current asset in the statement of profit or loss every year based upon its useful life to match against the corresponding revenue as per the principle of matching. This is depreciation. And the depreciation, it is a process of recognition a portion of the total value of tangible non-current asset. ഒരു ടാഞ്ചിബിൾ നോൺ കറണ്ട് അസറ്റിന്റെ ടോട്ടൽ വാല്യൂവിനെ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. വാട്ട് ഈസ് ദിസ് ടാഞ്ചിബിൾ നോൺ കറണ്ട് അസറ്റ്? ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ്സ്, റൈറ്റ്? നോൺ കറണ്ട് ആയിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ്സ്, ലോങ് ടേം അസറ്റ്സ് ഉണ്ടാവില്ലേ? ടാഞ്ചിബിൾ. ആ ടാഞ്ചിബിൾ നോൺ കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ്സിന്റെ ടോട്ടൽ വാല്യൂ, അതിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ വാല്യൂവിനെ നമ്മൾ പോർഷൻ ആയിട്ട്, കുറച്ച് പോർഷൻ ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിപ്രിസിയേഷൻ. വേർ വി ആർ ഗോയിങ് ടു റെക്കഗ്നൈസ് ഇറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റിലാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. വെൻ? എവറി ഇയർ, എല്ലാ വർഷം. ഓൺ വാട്ട് ബേസിസ്? based on its useful life, അതിൻ്റെ യൂസ്ഫുൾ ലൈഫിനനുസരിച്ചിട്ട്. ഫോർ വാട്ട് പർപ്പസ്? ടു മാച്ച് അഗെയിൻസ്റ്റ് ദ കറസ്പോണ്ടിങ് റവന്യൂ, അതിൻ്റെ കറസ്പോണ്ടിങ് റവന്യൂമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് പെർ ദി പ്രിൻസിപ്പിൾ ഓഫ് മാച്ചിങ്. സോ ദിസ് ഡിപ്രിസിയേഷൻ, സോ വാട്ട് വെൻ please give attention. What is depreciation? It is the process of recognition of what? Portion of the total value of tangible non-current asset were in the profit statement of profit or loss when, every year, on what basis? Based upon its useful life. For what purpose?
ടു മാച്ച് അഗെയിൻസ്റ്റ് ദ കറസ്പോണ്ടിങ് റവന്യൂ. സോ ഇതിന് വേണ്ടിയിട്ടാണ് എന്ത്, എപ്പോ, എവിടെ, എന്തിന് വേണ്ടിയിട്ട്, എന്ത് കാരണം കൊണ്ട്. ഈ ഒരു ആൻസർ ആണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. സോ അഗെയിൻ, so learn it sequence by sequence. So we are recognizing the total value of this tangible non-current asset. അതായത് ഈ ഫിക്സഡ് അസറ്റ്സിന്റെ ടോട്ടൽ വാല്യൂനെ അതിന്റെ യൂസ്ഫുൾ ലൈഫിൽ വി ആർ ബി അസൈനിങ് എ യൂസ്ഫുൾ ലൈഫ്, എക്കണോമിക് ലൈഫ് ഫോർ ദറ്റ് പർട്ടിക്കുലർ അസറ്റ്. ആ ഒരു പർട്ടിക്കുലർ അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫിൽ നമ്മൾ ആ ടോട്ടൽ വാല്യൂവിനെ കുറച്ച് പോർഷൻ ബൈ പോർഷൻ ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോസിൽ, പ്രോഫിറ്റ് ഓർ ലോസിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. കുറച്ചീശെ പീരിയോഡിക്കലി റെക്കഗ്നൈസ് ചെയ്യുന്നു, ഇയർ ബൈ ഇയർ റെക്കഗ്നൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റവന്യൂവിനെ നമ്മൾ മാച്ച് ചെയ്യണമല്ലോ. ആസ് പെർ ദ മാച്ചിങ് പ്രിൻസിപ്പിൾ വി ഹാവ് ടു മാച്ച് ദ എക്സ്പെൻസ് വിത്ത് ഇറ്റ്സ് റിലേറ്റഡ് റവന്യൂ. അതിന് വേണ്ടിയിട്ട് ആ ഫിക്സഡ് അസറ്റ്സിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഫിക്സഡ് അസറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവുക, ഓർ വാട്ട് എവർ എൽസ് മേ ബി വി ആർ യൂസിങ് ദറ്റ് അസറ്റ്സ് ഇൻ ഓർഡർ ടു ജനറേറ്റ് റവന്യൂ. അപ്പോൾ റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ആ റവന്യൂമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ്, എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻസിനെയും നമ്മൾ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ റെക്കഗ്നൈസ് ചെയ്യണമല്ലോ. അതിന്റെ പേരിൽ പക്ഷേ ഫിക്സഡ് അസറ്റ്സ് കൊണ്ട് ഒരു വർഷം കൊണ്ടല്ല നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, പല വർഷം നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എക്സ്പെൻസസിനെ പല വർഷങ്ങളിലോട്ടായിട്ട് അല്ലെങ്കിൽ പല പീരീഡ്സിലായിട്ടായിരിക്കും നമ്മൾ അതിന് ടോട്ടലായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക? ഡിപ്രിസിയേഷൻ എന്നാണ് പറയുന്നുണ്ടാവുക. നെക്സ്റ്റ്, ഇത് ഇസ് എ ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയാൻ കഴിയും. വെൻ ഇറ്റ് ഇസ് സീൻ ഇൻ ദ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, ഇതായിരിക്കും നമ്മൾ നമ്മുടെ ബേസിസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കുക. ഇൻ ദ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, this depreciation means deterioration of value associated with a tangible non-current asset due to its continuous utility in the business process for generating revenue. An asset, a tangible non-current asset, will be used in the business process for what purpose? In order to generate revenue. Revenue generate ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബിസിനസ് പ്രോസസ്സിൽ ആ ടാഞ്ചിബിൾ നോൺ കറണ്ട് അസറ്റിനെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. വെൻ യു ആർ കണ്ടിന്യൂസ്ലി യൂസിങ് സംതിങ്, ഇറ്റ് വിൽ ഡിറ്റീരിയോറേറ്റ് ഇൻ എ വാല്യൂ. അതിന്റെ വാല്യൂല് കുറവായിരിക്കും, റൈറ്റ്? ആ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും, അതിന്റെ യൂസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് വി വിൽ ബി there will be deterioration in the value due to continuous usage of that particular assets. For what purpose? For generating revenue. അതിന് ആ ഒരു കണ്ടിന്യൂ ഡിറ്റീരിയോറേഷൻ ഓഫ് വാല്യൂ നമ്മൾ പീരിയോഡിക്കലി എക്സ്പെൻസ് ആയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകത്തിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസിൽ റെക്കഗ്നൈസ് ചെയ്യുന്നു. ദിറ്റ് ഈസ് ദ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ ഡിപ്രിസിയേഷൻ ആൻഡ് ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഡിപ്രിസിയേഷൻ. നമ്മളെന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് എ വിയർ ആൻഡ് ടയർ. Depreciation is the expense അല്ലെങ്കിൽ loss in the value of an asset due to wear and tear. So it's right, but it is the technical point of view of a depreciation. അത് മാത്രമല്ല depreciation, it is we are recognizing as per the matching principle, we are recognizing a certain portion of this tangible non-current assets over its useful life in the statement of profit or loss. That is depreciation. Is it clear? Clear ആണോ? Okay. Thank you. Good. So moving to the next topic, amortization. What is amortization? Amortization is the process. Depreciation is for tangible non-current asset. So please make note. ടാഞ്ചിബിൾ അല്ലെങ്കിൽ നമ്മൾക്ക് തൊടാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള നോൺ കറണ്ട് അസറ്റ്സിനെയാണ് നമ്മൾ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നത്. അവരുടെ നമ്മൾ വാല്യൂ പീരിയോഡിക്കലി റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നുണ്ടാവുക. Amortization is the process of recognition of a portion of the total value of an intangible non-current asset. If you are recognizing a depreciation പോലെ തന്നെ, but we are recognizing the total value of a portion of tangible, intangible non-current asset. നമുക്ക് തൊടാൻ പറ്റാത്ത, ഫീൽ ചെയ്യാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത കുറച്ച് അസറ്റ്സ് ഉണ്ടാകും, ഇൻടാഞ്ചിബിൾ non-current assets. അതിൻ്റെ വാല്യൂവിൻ്റെ കുറച്ച് പോർഷൻ നമ്മൾ പീരിയോഡിക്കലി അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് പ്രകാരം ആസ് പെർ മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ പീരിയോഡിക്കലി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? അമോർട്ടൈസേഷൻ എന്ന് പറയുന്നു. വാട്ട് ക്യാൻ ബി ദിസ് ഇൻടാഞ്ചിബിൾ നോൺ കറണ്ട് അസെറ്റ്? എന്തൊക്കെയായിരിക്കും ഇൻടാഞ്ചിബിൾ നോൺ കറണ്ട് അസെറ്റിൽ പെടുന്നുണ്ടാവുക?
Okay, give me some examples. What can be this intangible non-current assets? Okay, let's see. Yeah, goodwill. Yeah, that would be the first example. Then expect the first example and a goodwill. So another, come on. Patent. Okay, who's Arya? Good, good. Okay, Binsi, good. Okay, next. After goodwill, patent. Come with other examples. Yes, Sri Lakshmi, copyright. Nice, good. So other, what could be the other? ഗുഡ്വില്ലും പാറ്റന്റും കോപ്പിറൈറ്റും അല്ലാത്ത കുറച്ച് നോൺ ടാഞ്ചിബിൾ നോൺ കറണ്ട് അസറ്റ്സ് എന്തൊക്കെ ഉണ്ടായിരിക്കാം? ഓക്കെ, തീർന്നു. ട്രേഡ് മാർക്ക്. യെസ്, ഗെറ്റിംഗ്. ഓക്കെ, ഗുഡ്. സൗമ്യ. ഓക്കെ, ഗുഡ്. അതാ, what could be the other? Okay, Gopi Krishnan. Yes. ഒന്നോട്ടെ, അടുത്ത എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ യൂഷ്വലി കാണുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. യെസ്. Yes, what could be? Intellectual property right, IPR. Let's say intellectual property rights നമുക്ക് IPR എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് അതിനെ റെക്കോർഡ് ചെയ്യാം. ടെക്നിക്കൽ നോ ഹൗ ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും. യു മേ ഹാവ് സീൻ ഇൻ a statement like technical know how. Trade names may be the like, okay, brand value. Okay, trade names, brand value. Yeah, okay, good. Jane. Okay, brand recognition. Okay, brand value. Okay, very good. Very fast response. And I'm very good, guys. I appreciate it. So these are the intangible non-current assets. Patent agam, goodwill agam, copyright, trademark, computer software, intellectual property rights, technical know-how, trade names, brand value, everything. അതൊക്കെയാണ് നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? ഗുഡ്വില്ല് നമ്മുടെ കമ്പനിയിൽ ഒരു അസറ്റാന്ന് കരുതിയിട്ട് നമ്മൾക്ക് എടുത്ത് നോക്കാൻ പറ്റുമോ? പാറ്റന്റ് നമുക്ക് എടുത്തു നോക്കാൻ പറ്റുമോ? കോപ്പിറൈറ്റ് നമുക്ക് എടുത്തു നോക്കാൻ പറ്റുമോ? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് നമുക്ക് കയ്യിലൊക്കെ പിടിച്ചു നോക്കാൻ പറ്റുമോ? ടെക്നിക്കൽ നോ ഹൗ, can we touch it, can we feel it? So these are ഇങ്ങനെ ഒരു അസറ്റ് നമുക്കുണ്ട്, but we could not see it. It is intangible ആണ്. അങ്ങനത്തെ അസറ്റിന് such assets will be having goodwill. Such asset will be having what value ഉണ്ടായിരിക്കും. പാറ്റന്റ് ആണ്. സപ്പോസ് ഐ ഹാവ് ഡെവലപ്ഡ് എ ടെക്നോളജി, ഞാൻ പുതിയൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു ആൻഡ് ഐ അക്വയർഡ് പാറ്റന്റ് ഫോർ ദ ടെക്നോളജി. അല്ലെങ്കിൽ ഞാനൊരു പുതിയ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, ഞാൻ എന്ത് ചെയ്താൽ ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി അപ്ലൈങ് ഫോർ എ പാറ്റന്റ് ഫോർ ദറ്റ് പ്രൊഡക്റ്റ്. ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പാറ്റന്റ് ഞാൻ മേടിക്കണ്ടാവും. സോ ആ പാറ്റന്റ് അക്വയർ ചെയ്യാൻ ഐ വിൽ ബി സ്പെൻഡിങ് സം ക്യാഷ്, സം എമൗണ്ട് ഞാൻ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ദറ്റ് പാറ്റന്റ് കോസ്റ്റ് മീ സംതിങ്. ഗുഡ്വിൽ എങ്ങനെയാ? വാട്ട് ഈസ് ഗുഡ്വിൽ? ഇസ് ദ ഗുഡ്വിൽ ഓഫ് മൈ കമ്പനി. എന്റെ കമ്പനിയുടെ ഗുഡ്വിൽ ആണോ ഞാൻ എന്റെ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക? ക്യാൻ ഐ റെക്കോർഡ് ദ ഗുഡ്വിൽ ഓഫ് മൈ കമ്പനി? നോ. നമ്മൾ എന്താ, അക്വയർഡ് ട്രാൻസാക്ഷൻസ് ആണ്. ട്രാൻസാക്ഷൻസ് ആയിട്ട് മാത്രമേ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. സപ്പോസ് ഐ ആം അക്വയറിങ് എ ഫേം, വേറൊരു ഫേം ഞാൻ അക്വയർ ചെയ്യണം, അക്വിസിഷൻ മെർജർ വഴി ഞാൻ മറ്റൊരു ഫേമിനെ അക്വയർ ചെയ്യാണ്. ആൻഡ് ഐ ഹാവ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് ദെയർ വാല്യൂ. അതിന്റെ വാല്യൂവിനെക്കാട്ടിയും കൂടുതൽ എമൗണ്ടിൽ കൊടുത്തിട്ടായിരിക്കും. സപ്പോസ് ആ ഫേമിന് ഒരു 10 million വെർത്ത് ഉണ്ടാവുള്ളൂ, പക്ഷെ ഞാനൊരു 12 million കൊടുത്തിട്ടാണ് ആ ഫേം അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ, സോ ദാറ്റ് ഫേം ഈസ് ഹാവിംഗ് മോർ ദാൻ, അതിന്റെ വാല്യൂവിനെക്കാട്ടിയും കൂടുതൽ വെർത്ത് അവർ കാണുന്നുണ്ട്. സോ വാട്ട് റെപ്രസെന്റ്സ് ദ 2 million എക്സ്ട്രാ? ഇറ്റ് റെപ്രസെന്റ്സ് ദെയർ ഗുഡ് വിൽ, റൈറ്റ്? സോ വെൻ ഐ എം പർച്ചേസ് ചെയ്ത ഗുഡ് വിൽ മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുള്ളൂ ഗുഡ് ആയിട്ട്. ആ ഒരു ഗുഡ് വിൽ ഉണ്ടായിരിക്കും. കോപ്പിറൈറ്റ്, ഞാനൊരു എന്താ പറയണേ, ഒരു ക്രിയേറ്റീവ് ആയിട്ടൊരു വർക്കാണ്, ആർട്ടിസ്റ്റിക് ആയിട്ടൊരു വർക്കാണ്, ഒരു ബുക്കാണ്, അല്ലെങ്കിൽ ഒരു പെയിന്റിംഗ് ആണ്, ഒരു പോർട്രേറ്റ് ആണ്, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇറ്റ് ഈസ് എൻ ആർട്ടിസ്റ്റിക് ഇൻ നേച്ചർ, ക്രിയേറ്റിംഗ് ഇൻ നേച്ചർ, ഫോർ ദാറ്റ് തിങ് ഐ വിൽ ബി അക്വയറിംഗ് കോപ്പിറൈറ്റ്. സോ ദാറ്റ് കോപ്പിറൈറ്റ് അക്വയറിംഗ് ഐ വിൽ ബി ഹാവിംഗ് എ കോസ്റ്റ്. Trademark, computer software can be the IPR, intellectual property rights for anything
ലൈക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓർ പ്രൊഡക്ട്സ്, മെത്തേഡ്സ്, എവറിത്തിങ്. ടെക്നിക്കൽ നോ ഹൗ, പുതിയൊരെന്തെങ്കിലും മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ടെക്നോളജി ആയിരിക്കാം, ബ്രാൻഡ് നെയിം ആയിരിക്കാം, ബ്രാൻഡ് വാല്യൂ ആയിരിക്കാം, ട്രേഡ് നെയിംസ് ആയിരിക്കാം, ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി. ഓൾ ദിസ് വിൽ ബി ഹാവിങ് സർട്ടൻ വാല്യൂ ഉണ്ടായിരിക്കും ആൻഡ് എ യൂസ്ഫുൾ ലൈഫ് ടു. പാറ്റന്റിനും കുറച്ച് യൂസ്ഫുൾ ലൈഫ് ഉണ്ട്. ലൈക്ക് ഒരു 20 years, ഒരു കോപ്പിറൈറ്റ് ആണെങ്കിൽ 90 years to 120 years, അങ്ങനെ കുറച്ച് ടേം പീരീഡ് പറയുന്നുണ്ട്. പാറ്റന്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ടേം പീരീഡ് പറയുന്നുണ്ട്, 20 to 40 years ഒക്കെ പറയുന്നുണ്ട്. So that such items will be having a useful life as well as a value. So we have to recognize a certain portion of this non-tangible current assets, intangible non-current assets in our financial statement, which is profit or loss statement periodically. ഓരോ വർഷം കുറച്ചീശെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം ആസ് പെർ ദിസ് മാച്ചിങ് പ്രിൻസിപ്പിൾ. അതിനെ നമ്മൾ അമോർട്ടൈസേഷൻ എന്നാണ് പറയുന്നുണ്ടാവുക. ഡിപ്രീസിയേഷൻ ഈസ് ഫോർ tangible non-current asset, while amortization is for intangible non-current assets. Okay, clear? Okay, can I move forward? Yes. Okay. So the next slide, expenditure. അടുത്ത് നമ്മൾ ഓൾറെഡി ഇൻകം ആൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തു, അതിനൊന്നും കൂടി ഒന്ന് പറയുന്നതാണ്. Expenditure. And then expenditure is one which will help the business to generate a benefit. ഒരു ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? എക്സ്പെൻഡിച്ചർ, റൈറ്റ്? ഒരു we have already learned this proverb, right? No pain, no gain. If you have to make a gain, you have to suffer the pain, right? So if you have to earn certain benefit, you have to expend something, right? Expend ചെയ്യണം. So expenditure is one which will help the business to generate a benefit. ഒരു ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ ബെനിഫിറ്റ് എന്ത് വഴിയാകാം? ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് റവന്യൂ വഴിയാകാം, അല്ലെങ്കിലോ പ്രോഫിറ്റ് വഴിയും നമ്മൾക്ക് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാം. സോ റവന്യൂ ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് the benefit can be in the form of what? Revenue, and it can also be in the form of what? Profit. Okay, it can be in the form of revenue and it can be in the form of profit. Predominantly, from the business point of view, the benefits are referred as top lines revenue. These are two types of such expense. നമ്മൾ predominantly in the business point of view നമ്മൾ ഈ ബെനിഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പ്രോഫിറ്റിനെയാണ്, റവന്യൂനെയാണ്. സോ ഈ റവന്യൂ ആസ് ഓഫ് ടു, ഇതിന് കിട്ടാൻ വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെ നമ്മൾ രണ്ട് ടൈപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആസ് വെൽ ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ ഐറ്റം ആൻഡ് റവന്യൂ ഐറ്റം. And what is capital expenditure? Contributing towards generation of revenue in the long span. This capital expenditure will help the company to generate a benefit, right? So when you are incurring a capital expenditure, it will help the business to generate the revenue in a long span. വളരെ ദീർഘനാളത്തേക്ക് നമ്മൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ആണ് എന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. And what is revenue expenditure? It will contribute towards the generation of revenue in a short span. വളരെ കുറവ് കാലത്തേക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. കുറച്ച് ദീർഘനാളത്തേക്ക് ലോങ് ടേമിലോട്ട് നമ്മൾക്ക് ബെനിഫിറ്റ് തരുന്നതാണ് എന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ ഇസ് ഫോർ ലോങ് ടേം, റവന്യൂ ഇസ് ഫോർ ഷോർട്ട് ടേം. That you have to find long term and short term, right? Capital expenditure and revenue expenditure. Clear? Okay. In between, if you have any suggestions, എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ just tell me. Right. നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ട്, there is any other point of view of yours, it's always welcome. Okay, next. There are two special characteristics associated with the expenditure. എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നെന്താ? ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ ജനറേഷൻ ഓഫ് റവന്യൂ. എക്സ്പെൻഡിച്ചർ എന്തിനാ നമ്മൾ നടത്തുന്നത്? ഫോർ ബെനിഫിറ്റ്, ഏർണിംഗ് ബെനിഫിറ്റ്, റൈറ്റ്? ബെനിഫിറ്റ് എങ്ങനെയായിരിക്കും? റവന്യൂവിന്റെ രൂപത്തിലായിരിക്കാം, പ്രോഫിറ്റിന്റെ രൂപത്തിലായിരിക്കാം, നമ്മൾ പറഞ്ഞല്ലോ. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ജനറേറ്റിംഗ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും.
Other word, it will have to be brought to profit or loss at the some point of time. നമ്മളൊരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റവന്യൂ ആയിക്കോട്ടെ ക്യാപിറ്റൽ ആയിക്കോട്ടെ, അത് നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളത് കൊണ്ടുവന്നേ പറ്റൂ. ഇറ്റ് ഈസ് നെസസറി, ഇറ്റ് ഈസ് മാൻഡറ്ററി, റൈറ്റ്? So this expenditure will help the company to generate the revenue, and this expenditure, whether it is capital or revenue expenditure, it must be brought to the income statement or profit or loss statement at some point in time. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തേ പറ്റൂ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ, ഷോർട്ട് സ്പാൻ ആണെന്നുണ്ടെങ്കിൽ, ഏത് ആപ്ലിക്കബിൾ പീരീഡ് ആണോ അതിൽ നമ്മൾ അത് റെക്കഗ്നൈസ് ചെയ്തിരിക്കും. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലൈക്ക് ഒരു അസറ്റിന്റെ പർച്ചേസ് ആയിക്കോട്ടെ, അങ്ങനത്തെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇസ് ഓൾവേസ് റിലേറ്റഡ് ടു പർച്ചേസ് ഓഫ് ദി അസറ്റ്, അല്ലേ? അസറ്റ് പർച്ചേസ് ചെയ്യുന്നതാണല്ലോ. ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് അസറ്റ് വിൽ ബി ഏബിൾ ടു ജനറേറ്റ് റവന്യൂ ഫോർ ദ കമ്പനി, ഫോർ ദ ഫേം, ഫോർ ദി ഓർഗനൈസേഷൻ ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. അതിന്റെ യൂസ്ഫുൾ ലൈഫിലോട്ട് നമ്മൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. സോ വാട്ട് വിൽ ദ കമ്പനി ഡു? ദ കമ്പനി ഹാവ് ഇൻകേർഡ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ദ പർച്ചേസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ അസറ്റ്. So the company will recognize certain portion of that asset in the income statement. A capital expenditure നെ portion by portion നമ്മുടെ income statementൽ either it as depreciation അല്ലെങ്കിൽ amortization ആയിട്ട് company recognize ചെയ്തു വരും. That is the second point. It will have to be brought to the profit or loss statement at some point of time. Okay. This revenue expenditure will be brought to this profit or loss in the year in which it has been incurred. ഏത് വർഷമാണ് ആ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നത്, ആ വർഷം നമ്മൾ അതിനെ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യും. ബട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിലോ അതിന് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. എല്ലാം ഒരുമിച്ച് റെക്കോർഡ് ചെയ്യില്ല. ബിക്കോസ് ദറ്റ് ബെനിഫിറ്റ്സ് വിൽ ബി ഡിറൈവ്ഡ് ഓവർ എ ലോങ്ങർ പീരീഡ്. ലോങ്ങർ പീരീഡിലോട്ട് ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യുന്നതിന്റെ പേരിൽ അത്രയും കാലയളവിലോട്ട് നമ്മൾ അതിനെ ആ ഒരു എക്സ്പെൻസിനെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക. So this on the basis, and whatever expense which is recognized in this income statement, which will be based on this matching principle. നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ റവന്യൂസിനെയും എക്സ്പെൻസിനെയും റെക്കഗ്നൈസ് ചെയ്യുന്നു, that will all be based on this principle of matching principle ബേസ് ചെയ്തിട്ടായിരിക്കും. This means all expenses incurred in a particular year are to be matched against their corresponding revenue generated during the same year. Matching principle എന്താണ് പറഞ്ഞിരിക്കുന്നത്? As per the matching principle, we have to recognize the expense in the income statement with its related, corresponding to its related revenue. ആ റവന്യൂവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് അതാത് പീരീഡിൽ തന്നെ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് പോകണം എന്നാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. So whatever the expenditure will be, whatever the nature of the expenditure will be, even if it is revenue expenditure, even if it is capital expenditure, it must be brought to the profit or loss statement at some point of time. If it is revenue expenditure, it will be recorded in the profit or loss statement at the period in which is incurred. But if it is capital expenditure, it will be brought to this profit or loss statement, or if it is it will be recognized in this profit or loss statement over a period of time. കുറച്ച് നാളെടുത്തിട്ടായിരിക്കും നമ്മൾ അതിനെ ഫുള്ളി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ? Is it clear? Okay, we have already discussed that. So the next topic that we are going to study is measurement of income. Income എങ്ങനെ മെഷർ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് വൺ, റവന്യൂ. റവന്യൂ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. So revenue is the income generated from the normal business operations. ഒരു ബിസിനസിന്റെ നോർമൽ ആയിട്ടുള്ള ഓപ്പറേഷൻസിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ആണ് റവന്യൂ. സോ വാട്ട് ഈസ് ദ നോർമൽ ബിസിനസ് ഓപ്പറേഷൻ ഓഫ് എ ഒരു ബിസിനസിന്റെ നോർമൽ ബിസിനസ് ഓപ്പറേഷൻ എന്തായിരിക്കും? സപ്പോസ് ഐ ഹാവ് ഫോംഡ് എ ബിസിനസ്. ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ എന്തായിരിക്കും? സെല്ലിങ്, റൈറ്റ്? ഞാൻ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഞാൻ ഫുഡ്സ് സെല് ചെയ്യും. ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ ഞാൻ ക്ലോത്ത്സ് സെല് ചെയ്യും. ഞാനിപ്പോൾ ഒരു മൊബൈൽ ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈൽസ് സെല് ചെയ്യും, റൈറ്റ്?
So my normal business operation will be the sale of goods or rendering of the service. So the income that I generate from my normal business operation is what is called revenue, and it includes what? Discounts and deductions for returned merchandise. അതായത് ഇപ്പോൾ സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ റവന്യൂ ഐ വിൽ ബി സേ ഇറ്റ് ഈസ് ക്യാൻ ബി കോൾഡ് സെയിൽസ് ഓർ യു കുഡ് യൂസ് ഇറ്റ് ആസ് സർവീസ് റവന്യൂ. സെയിൽസ് അല്ലെങ്കിൽ സർവീസ് റവന്യൂ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. വാട്ട് ഈസ് ദ സെയിൽസ് ആൻഡ് സർവീസ് റവന്യൂ? ഞാനിപ്പോൾ സെയിൽ നടത്തിയെന്നുണ്ടെങ്കിൽ സപ്പോസ് ഐ വിൽ ബി അലവിങ് സർട്ടൻ ഡിസ്കൗണ്ട് ഓൺ മൈ സെയിൽസ്. ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ടും കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. So I have to detect for discounts, and returns will be there. ഞാൻ കൊടുത്തു എല്ലാതും. ചില പ്രൊഡക്ട്സിന് ഡിഫക്ട്സ് ഉണ്ടായിരിക്കാം, ചിലതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായിരിക്കാം. സോ ദ കസ്റ്റമർ വിൽ റിട്ടേൺ ദറ്റ് പ്രൊഡക്റ്റ് ടു മീ. എനിക്കത് റിട്ടേൺ ചെയ്ത് തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സെയിൽ ചെയ്തിട്ടില്ല, അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ ആ റിട്ടേൺ ഞാൻ റെക്കോർഡ് ചെയ്യണം. സോ ദിസ് റവന്യൂ വിൽ ബി ദ ഇൻകം ജനറേറ്റഡ് ഫ്രം ദ നോർമൽ ബിസിനസ് ഓപ്പറേഷൻ, ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് വാട്ട്? ഡിസ്കൗണ്ട്സ് ആൻഡ് ഡിഡക്ഷൻസ് ഫോർ റിട്ടേൺഡ് മെർച്ചൻഡൈസ്. നമ്മുടെ മെർച്ചൻഡൈസിൻ്റെ അല്ലെങ്കിൽ വിറ്റ ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിട്ടേൺസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് what is it? We are only considering the net sales revenue, or what we could say net service revenue. Net revenue മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുള്ളൂ. And it is the top line of the gross income figure from which cost are subtracted to determine net income. ഇതാണ് നമ്മുടെ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ടോപ്പ് ലൈൻ ഐറ്റം. ഏറ്റവും ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഐറ്റം എന്തായിരിക്കും? റവന്യൂ. അതിൽ നിന്നായിരിക്കും നമ്മൾ നമ്മുടെ മറ്റ് എക്സ്പെൻസസ് ഒക്കെ കുറച്ചിട്ട് നെറ്റ് ഇൻകത്തിലോട്ട് എത്തുന്നുണ്ടാവുക. എക്സാമ്പിൾസ് ഓഫ് ദി റവന്യൂ അക്കൗണ്ട്സ് ഇൻക്ലൂഡ്. റവന്യൂ അക്കൗണ്ട്സിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സെയിൽസ് റവന്യൂ are there, service revenue are there, fees earned will be there, interest revenue will be there, interest income. Revenue accounts are credited when services are performed or billed, and therefore will have credit balance. So this revenue account is having this credit balance. Revenue and income account aanu that will be having credit balance. And sales, ഒരു ഗുഡ്സിന്റെ ഒരു ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് റവന്യൂ ആയിരിക്കും. സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ സർവീസ് റവന്യൂ ഉണ്ടായിരിക്കും. ഫീസ്, കൺസൾട്ടൻസി പോലുള്ള ഫേം അല്ലെങ്കിൽ അഡ്വക്കേറ്റ് CA ഫേം, കൺസൾട്ടൻസി ഫേംസ് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഫീസ് ആയിരിക്കും. ഡോക്ടേഴ്സിനെ ആണെങ്കിൽ ഒരു ക്ലിനിക് ആണെന്നുണ്ടെങ്കിൽ ഫീസ് ആയിരിക്കും. ഇൻട്രസ്റ്റ്, ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റവന്യൂ, ഇൻട്രസ്റ്റ് ഇൻകം ഒക്കെ ആയിരിക്കാം. These are the revenue accounts, usual examples of this revenue accounts. And since its revenue accounts are services and performs billed, they will be having credit balance. Other income account ayinde perila they will be having credit balance. Clear? What is revenue endana clear aano? Okay, moving forward with the next. Revenue കഴിഞ്ഞ next item is expense. An expense, expenditure and expense never get confused, so let's discuss it after it. An expense is the cost of operation that a company incurs to generate revenue. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നുണ്ടാവുക. ലൈക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിൽ കമ്പനിക്ക് കുറച്ച് ഓപ്പറേഷൻസ് നടത്തേണ്ടി വരും. ലൈക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും, ആ ബിസിനസ് ഓപ്പറേഷൻസ് നടത്തേണ്ടി വരും. അപ്പോൾ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് കമ്പനി ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണ് എന്ത്? എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എക്സ്പെൻസസിന്റെ കോമൺ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. പേയ്മെന്റ്സ് ടു സപ്ലയർ. ഈവൻ കമ്പനിക്ക് സെയിൽ നടത്തണം എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഇൻവെന്ററി വേണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ റോ മെറ്റീരിയൽ വേണം. അപ്പോൾ റോ മെറ്റീരിയൽ നമ്മളൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന്, ഒരു വെൻഡറുടെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്യുമ്പോൾ വി ഹാവ് ടു മേക്ക് പേയ്മെന്റ്സ് ടു ദി സപ്ലയേഴ്സ്. സോ ദാറ്റ് ഇൻക്ലൂഡ്സ് പേയ്മെന്റ്സ് ടു സപ്ലയേഴ്സ്. എംപ്ലോയി വേജസ്. സോ പ്രൊഡക്ഷൻ നടത്തണം അല്ലെങ്കിൽ കമ്പനി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ വി റിക്വയർ എംപ്ലോയീസ്. സോ വി ഹാവ് ടു പേ എംപ്ലോയീസ് വേജസ് ആൻഡ് സാലറീസ്. ദാറ്റ് വേജസ് എക്സ്പെൻസ്. ഫാക്ടറി ലീസസ്. ഒരു പ്രൊഡക്ഷൻ ആണ് ഞാൻ നടത്തുന്നതെങ്കിൽ ഐ ഹാവ് ടു ക്യാരി ഓൺ ദ പ്രൊഡക്ഷൻ ഇൻ എ ഫാക്ടറി. ഇഫ് ഐ ഹാവ് ടേക്കൺ ദറ്റ് ഫാക്ടറി ഫോർ എ ലീസിനാണ് ആ ഫാക്ടറി എടുത്തിട്ടുള്ളെങ്കിൽ ഐ ഹാവ് ടു പേ ഫാക്ടറി ലീസസ്. റെന്റിനാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫാക്ടറി റെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് കോസ്റ്റ്. And equipment depreciation. Suppose I am using certain equipments in the production process, and that equipment is used in the production process. അതിന്റെ പേരിൽ ആ equipmentന്റെ depreciation ഉണ്ടാകും. ആ depreciation
റെക്കോർഡ് ചെയ്യണം. These are the examples of common expenses. What are they? Payments to suppliers, employees' wages and salaries, factory leases, rents, equipment depreciation, മറ്റ് factory expenses ആയിട്ടുള്ള fuel, power, electricity, telephone, postage, administration, distribution cost, finance cost, distribution cost. Certain costs related to the operations of the business are called expenses. Business are allowed to write off tax deductible expenses on their income tax return to lower their taxable income and their tax liability. However, the Internal Revenue Service has strict rules on which expense business are allowed to claim as a deduction. Ini the business have to pay taxes, right? Taxes paid നടത്തണമെങ്കിൽ taxes is paid on the income. ബട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻകം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കില്ല. സർട്ടൻ പോർഷൻ വി ഹാവ് ടു പേ ആസ് എൻ എക്സ്പെൻസസ് ഒക്കെ വേണ്ടി വരും. സോ നമ്മുടെ കയ്യിലുള്ള നെറ്റ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദി എക്സ്പെൻസ്. സോ ദി സർട്ടൻ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ബിസിനസ് ആർ ടാക്സ് ഡിഡക്റ്റബിൾ. നമ്മൾക്ക് നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കാം ആ എക്സ്പെൻസസുകളൊക്കെ. ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ദേ ക്യാൻ അവെയിൽ ടാക്സ് ഡിഡക്ഷൻസ് ആൻഡ് ഇറ്റ് വിൽ റെഡ്യൂസസ് അവർ ടാക്സ് ലയബിലിറ്റി. ആൻഡ് ദിസ് ഇന്റേണൽ റവന്യൂ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഇൻകം ടാക്സ് അതോറിറ്റി അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റി പോലെ യു എസിലെ ടാക്സ് അതോറിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇന്റേണൽ റവന്യൂ സർവീസ് അല്ലെങ്കിൽ IRS എന്ന് പറയുന്നുണ്ടാവുക. So this IRS has laid down certain rules and regulations, strict rules under which business expenses should be allowed as a deduction. Deduction ആയിട്ട് ഏതൊക്കെ എക്സ്പെൻസ് അലൗ ചെയ്യണം അലൗ ചെയ്യേണ്ട എന്നുള്ളത് US-ലത്തെ ടാക്സ് അതോറിറ്റി ആയിട്ടുള്ള ഇന്റേണൽ റവന്യൂ സർവീസസ് കുറച്ച് സ്ട്രിക്റ്റ് റൂൾസും ഗൈഡ് ലൈൻസും ഒക്കെ ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. So these are related to the expenses. These are the cost of operation that a company incurs to generate revenue. Revenue generate ചെയ്യാൻ വേണ്ടി കമ്പനി ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. And that's all for today. So finally we have 8 minutes remaining, and let's have an overview of what all topics we have discussed. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്താണെന്ന് നമ്മൾക്കൊരു ഓവർവ്യൂ നോക്കാം. എന്തൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തേ? We have discussed about income statement. Profit or loss statement എന്താണ് ഡിസ്കസ് ചെയ്തു. Profit or loss statementന്റെ വേരിയസ് ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ലൈക്ക് പ്രോഫിറ്റബിലിറ്റി നോക്കാൻ, കമ്പനിയുടെ റവന്യൂസിന്റെയും എക്സ്പെൻസസിന്റെയും ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ടു വേരിയസ് യൂസേഴ്സ് ഓഫ് ദ ബിസിനസ്സിന് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വി വെന്റ് ത്രൂ വേരിയസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പഠിച്ചു. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ച അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് റിലേറ്റഡ് ടു ഇൻകം സ്റ്റേറ്റ്മെന്റ്. റിയലൈസേഷൻ പ്രിൻസിപ്പിൾ. What does this realization principle says? Revenue can only be recognized once the underlying goods or service associated with the revenue have been delivered or rendered. ഏത് റവന്യൂ ആണോ, ഏത് ഗുഡ്സിനെ അല്ലെങ്കിൽ സർവീസസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണോ ആ റവന്യൂ, ആ ഗുഡ്സ് ഡെലിവറി ചെയ്താലോ അല്ലെങ്കിൽ ആ സർവീസ് റെൻഡർ ചെയ്താലോ മാത്രമേ നമ്മൾക്ക് ആ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് റിയലൈസേഷൻ പ്രിൻസിപ്പിൾ. Next is accrual principle. What is accrual principle? Accrual principle states that the accounting transaction will be recorded in the time period in which they occur. ഏത് ടൈം പീരീഡിലാണോ ട്രാൻസാക്ഷൻ നടക്കുന്നത് അപ്പോഴായിരിക്കും അതിനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. നോട്ട് ഇൻ ദ ടൈം പീരീഡ് ഇൻ ദി ആക്ച്വൽ ക്യാഷ് ഫ്ലോസ്. എപ്പോഴാണോ ആക്ച്വൽ ക്യാഷ് ഫ്ലോസ് നടക്കുന്നത് ആ ടൈം പീരീഡിലല്ല. ഏത് ടൈം പീരീഡിലാണോ ഒരു എക്സ്പെൻസ് ഇൻകർ ആയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു റവന്യൂ ഏൺ ചെയ്തിട്ടുണ്ടാവുക ആ ടൈം പീരീഡിൽ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യും. വി ഡിസ് നോട്ട് കൺസിഡർ ദ ടൈം പീരീഡ് ഇൻ വിച്ച് ദ ആക്ച്വൽ ക്യാഷ് ഫ്ലോ ഈസ് ഹാപ്പനിങ്. Then we have the matching principle. Matching principle states that a company should report expense in its income statement in which the related revenue are earned. ഏത് പീരീഡിലാണോ ആ ഒരു എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റവന്യൂ നമ്മൾ ഏൺ ചെയ്യുന്നത് ആ പീരീഡിൽ തന്നെ ആ എക്സ്പെൻസും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് പറയുന്നതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. And we have learned about the depreciation. Depreciation എന്താണ്? We are recognizing the total portion, a portion of this total value of these tangible non-current assets in the statement of profit or loss every year based on its useful life as per the matching principle.
So, and what is amortization? Here we are recognizing the intangible non-current asset value of the intangible non-current assets like goodwill, patents, copyright, trademark, know-how, computer software, IPR, brand name, trade name, brand value, like all you said. Expenditure, we have learned capital expenditure as well as revenue expenditure. Capital expenditure helps the company to earn the revenue for a long period. Revenue expenditure, it's for a short period. And whatever may be the nature of this expense, it will be brought to the profit or loss statement in some point of time. Revenue expenditure will be brought to the profit or loss statement in the period in which is incurred, and thus capital expenditure will be brought periodically, കുറച്ചിശായിട്ട് നമ്മൾ profit or loss statementൽ കാണിക്കും. Then we went through revenue and expense. So that's all for today. And tomorrow we will be going with the topic classification of this revenues and expenses. Freshly നമ്മൾ start ചെയ്യും. And let me ask you, if you have any doubts regarding any topic discussed today, you could ask me. Do you have any doubts? Okay, so then let me ask you, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ my wordings, my way of speaking and the language? Hello, I'm not getting any responses from your part. Okay, who's it? ആരാ സംസാരിച്ചത്? വൈശാഖ്. Okay, Vaishak, good. Clear ആവുന്നുണ്ടല്ലേ Vaishak? So you are from the place where? Okay, very good to know that you are ഞാൻ പറയുന്നത് ക്ലിയർ ആണ്. ആൻഡ് യൂഷ്വലി കുറച്ച് സ്പീഡ് ഉണ്ട് എനിക്ക് എൻ്റെ യൂഷ്വൽ ടോണിൽ. ഇഫ് യു ഫീൽ ദാറ്റ് എൻ്റെ സ്പീഡ് പേസ് ഇൻക്രീസ് ആവുന്നുണ്ടെന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഫോം മീ, റൈറ്റ്? ആൻഡ് ഇത് എന്തായാലും നിങ്ങൾക്കിത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങളെല്ലാവരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ യൂഷ്വലി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല. ബട്ട് ഈവൻ ദോ അതിനെ ഡിസ്റിഗാർഡ് ചെയ്യരുത്, ബിക്കോസ് ഇറ്റ് ഈസ് എ ബേസിക് ടോപ്പിക്. അപ്പോൾ ബേസിക്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ പേരിൽ നെവർ ഡിസ്റിഗാർഡ് ഇറ്റ്. ആൻഡ് ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്ലാസ് ആൻഡ് ഐ ആം ദി ട്യൂട്ടർ ഫസ്റ്റ് ക്ലാസ്. ആൻഡ് പ്ലീസ് ഫീൽ ഫ്രീ ടു ഷെയർ ദ ഫീഡ്ബാക്ക്. നിങ്ങൾ അതോറിറ്റീസിന് എൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. ഇഫ് ഇറ്റ് ഈസ് ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്കാണ് വേണ്ടത്. സോ അതിനെക്കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്സും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണ്, ഇംപ്രവൈസേഷൻസ് വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സിൽ, ഇഫ് യു ഹാവ് എനി സജഷൻസ്, ഏതൊക്കെ മെത്തേഡ്സിൽ നമ്മൾക്ക് ഈ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ യു ക്യാൻ ഇൻഫോം ദ അതോറിറ്റീസ്. ആൻഡ് hope the day went well. സോ ബേസിക്സ് ക്ലാസ് കുറച്ച് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതിനുശേഷം മാത്രമാണ് നമ്മുടെ മെയിൻ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ആൻഡ് ഐ നോ, വിചാരിക്കുന്നു നിങ്ങൾക്ക് ആ സി എം എനെ പറ്റിയിട്ടൊരു ഓവർവ്യൂ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഐ ജസ്റ്റ് പ്രൊവൈഡ് യു എ 2 minutes ഒരു ഓവർവ്യൂ. സോ നമ്മുടെ CMA എക്സാം 2 പാർട്ടായിട്ട് തരംതിരിച്ചുകൊണ്ട് പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് പാർട്ട് 2 വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. പാർട്ട് 2 നമ്മൾക്ക് മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഇസ് ദ, കോർപ്പറേറ്റ് ഫിനാൻസ് ഇസ് ദ, ഡെസിഷൻ അനാലിസിസ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആർ ദ, പിന്നെ റിസ്ക് മാനേജ്മെന്റ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്. ഇങ്ങനെ 5 ടോപ്പിക്സ് ആണ് നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ്, റിസ്ക് ആൻഡ് അങ്ങനെ 6 ടോപ്പിക്സ് ആണ് നമ്മൾക്ക് പാർട്ട് 2 ആൻഡ് ഇൻ പാർട്ട് 1 നമ്മൾക്ക് ഇതേപോലെ തന്നെ 6 ടോപ്പിക്സ് ഉണ്ട്. യു ഹാവ് എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, പിന്നെ പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ഉണ്ട്, പെർഫോമൻസ് മെഷർമെന്റ്, പെർഫോമൻസ് മാനേജ്മെന്റ് ഉണ്ട്, കോസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, ദെൻ ഇന്റേണൽ കൺട്രോൾ ഉണ്ട്. ആൻഡ് പുതുതായിട്ട് നമ്മുടെ CMAയിൽ ഈ ഒരു വർഷം വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്സ് ഉണ്ട്. ഇതായിരിക്കും നമ്മുടെ CMAയിൽ മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ്. സോ എന്തായാലും നമ്മൾക്കിതിൽ ഈ ഒരു ബേസിക് നോളജ് ആവശ്യമാണ്.
And I hope you know about the pattern of the CMA exam MCQ. ഒരു 100 marks 100 questions MCQ ഉണ്ടാകും. After that you will be having an essay window ഉണ്ടാകും. ഈ MCQ questions ക്വാളിഫൈ ചെയ്താൽ ടോട്ടൽ 4 ഹവേഴ്സിന്റെ എക്സാമിൽ 3 ഹവേഴ്സ് നമ്മൾക്ക് MCQന് വേണ്ടി അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ MCQ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് essay വിൻഡോയിലോട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ പോകെ പോകെ നമ്മൾക്ക് ആ എക്സാം പാറ്റേണുമായിട്ട് കുറച്ചൊക്കെ ഒന്ന് യോജിച്ചൊക്കെ വരാം. And I hope you understood the class well and the day went well. So can we wind up the class? It's 12 and can we wind up the class? Okay guys, so it's 12 noon and let's wind up our class. And thank you guys. You are just awesome. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, റെസ്പോൺസ് ഒക്കെ ക്യുക്കാണ്, ചോദിക്കുന്നതിനൊക്കെ പെട്ടെന്ന് മറുപടി വരുന്നുണ്ട്. ആൻഡ് കണ്ടിന്യൂ ഇറ്റ്. And so let's wind up our today's class. Thank you all for your patient listening and cooperation, and good afternoon and have a nice day. Thank you. Okay, thank you.